ദൈവമക്കളെയും ദൈവദാസന്മാരെയും എല്ലാവരെയും യേശു കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാം വന്ദനം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങിൽ വരാൻ സർവ്വകൃപാലുവായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നല്ലൊരു അവസരം ഒരുക്കി. എൻ്റെ കർത്താവിന് ഞാൻ എല്ലാം മഹത്വം അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അനേക ദൈവഭൃത്യന്മാരുണ്ട്. വിശേഷാൽ ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന പ്രിയ മോഹൻ പാസ്റ്ററിനെ കർത്താവിൽ വന്ദനം ചെയ്യുന്നു. എൻ്റെ മുമ്പിലായിരിക്കുന്ന ദൈവദാസന്മാർ, വിശേഷാൽ ഇതിൻ്റെ നേതൃത്വ നിരയിൽ നിൽക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതൻ ഷിബിൻ പാസ്റ്റർ, കർത്താവിൻ്റെ ദാസനെ കർത്താവിൽ ഒരിക്കൽ കൂടെ വന്ദനം ചെയ്യുക. കർത്താവിൻ്റെ ദാസൻ്റെ മാതൃ ചർച്ച എന്ന് എനിക്കറിയാം. കേരളക്കരയ്ക്കും അഭിമാനകരമായ രീതിയിൽ കർത്താവിൻ്റെ ദാസനെ കർത്താവിൻ്റെ വേലയിൽ ഇന്ന് ഉപയോഗിക്കുന്നതിനായി സ്തോത്രം ചെയ്യുക. കാരണം ഓരോ ജനറേഷനിലും ദൈവം ഓരോരുത്തരെയും എടുക്കും. നിങ്ങളുടെ മാതൃസഭയിൽ നിന്ന് ഇങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസനെ ദൈവം നിങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന PYPയിലുള്ള ഓരോ നേതൃത്വ നിരയിൽ നിൽക്കുന്ന ദൈവദാസന്മാർ, പ്രിയ കർത്താവിൻ്റെ ദാസൻ ഷിബിൻ പാസ്റ്ററുടെ ഞാൻ വന്ന് താമസിച്ച ദൈവദാസൻ്റെ വീട് പേരൊക്കെ നല്ല കർത്താവിൻ്റെ ദാസനെ വന്ദനം ചെയ്യുന്നു. കുമളി സെൻറ്റ് കട്ടപ്പന എന്ന് വന്ന ബിൻസൺ പാസ്റ്ററിനെ കർത്താവിൽ വന്ദനം ചെയ്യുന്നു. PYPയുടെ കൊട്ടാരക്കരയുടെ പത്തനാപുരത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കുന്ന പ്രിയ ജോൺസൺ തോമസ് പാസ്റ്റർ, പ്രിയ ഷെറിൻ ഗോഡ്ലി, നേതൃത്വ നിരയിലുള്ള എല്ലാ ദൈവദാസന്മാർ, എൻ്റെ മുമ്പിലിരിക്കുന്ന ദൈവവൃത്യന്മാർ, എല്ലാ ദൈവദാസന്മാരെയും കുഞ്ഞുങ്ങളെയും എല്ലാവരെയും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. പാട്ട് പാടുന്ന അനുഗ്രഹീതരായ കർത്താവിൻ്റെ ദാസൻ എബി ബ്രദർ, ഫിലിപ്പച്ചാന്, എല്ലാ ദൈവദാസന്മാർ, പ്രത്യേകിച്ച് എനിക്ക് മുമ്പേ ശുശ്രൂഷിച്ച പ്രിയ ജോ പാസ്റ്റർ, നല്ല അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം പങ്കുവെച്ച കർത്താവിൻ്റെ ദാസനെ എല്ലാവരോടുമുള്ള നന്ദിയെ, സ്നേഹത്തെ അറിയിക്കാം. നമ്മൾ രാവിലെ ചിന്തിച്ച ഭാഗങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എൻ്റെ കൂടെ ഒന്ന് പറയാമോ? നിങ്ങളോട് ഞാൻ രാവിലെ ചോദിച്ചതുപോലെ ഞാൻ വീണ്ടും ചോദിക്കുക. നിങ്ങളോട് കൂടെ പ്രസംഗിക്കണോ വർത്താനം പറയണോ? നിങ്ങളും കൂടെ എൻ്റെ കൂടെ വർത്താനം പറയണം കേട്ടോ. ശരി, എന്ത് ചെയ്യണം? പ്രസംഗിക്കണോ വർത്താനം പറയണോ? വർത്താനം പറയണം. റൈറ്റ്. നിങ്ങളുടെ ബുക്കുകളൊക്കെ ഒന്ന് എടുത്തോ. ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കണേ. കുഞ്ഞുങ്ങളെ, ദൈവവചനം കേൾക്കുന്നതിന് ഭയങ്കര പ്രാധാന്യത കേട്ടോ, ഭയങ്കര പ്രാധാന്യത. എനിക്ക് ആ വാക്കുകളൊക്കെ പറഞ്ഞു പോയാൽ ഒത്തിരി സമയം പോവാം. ഇതിനകത്ത് എത്ര പേര് നേഴ്സസ് ഉണ്ട്? നേഴ്സസ്മാർ എത്ര പേരുണ്ട്? കരങ്ങളൊന്ന് ഉയർത്താം. ആരെങ്കിലും നേഴ്സസ്മാരുണ്ടെങ്കിൽ. ഒരാൾ നേഴ്സ്. വേറെ ബ്രദർ നേഴ്സാ. ശരി, ഞാനൊരു ഉദാഹരണം നിങ്ങളോട് ചോദിക്കുക. നിങ്ങളൊക്കെ നാളുകളിൽ പഠിക്കേണ്ട പിള്ളേരാ. നേഴ്സിംഗ് ആയിരിക്കാം, എൻജിനീയറിംഗ് ആയിരിക്കാം, ഏതെങ്കിലും പ്രൊഫഷണൽ ആയിരിക്കാം. എങ്ങനാ ആ ബ്രദർ നേഴ്സായത്? ബ്രദർ ഇങ്ങനെ എൻ്റെ കൂടെ ഫ്രണ്ട് വാ, എനിക്കിങ്ങനെ പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. ഓടിയോ, നീ വാ മോനെ, നീ വാ, എഴുന്നേറ്റ് വാ, ഓടി, പെട്ടെന്ന് നമ്മുടെ സമയം പോവാം. നോക്കിയേ, ഇദ്ദേഹം ഒരു നേഴ്സാണ്. ഞാൻ 20 വർഷമാണ് നേഴ്സിംഗ് പിള്ളേരുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചോദിച്ചത്. മോനെ എവിടെ പഠിച്ചേ? മുംബൈയിൽ. ഇദ്ദേഹം എങ്ങനെയാണ് നേഴ്സായത്? ഇദ്ദേഹം നേഴ്സാണ്. എങ്ങനെയാണ് നേഴ്സായത്? ഹോസ്റ്റലിലെ ഫുഡ് കഴിച്ചാന്നോ നേഴ്സായേ? ഒന്ന് പറഞ്ഞേ, എങ്ങനെ നേഴ്സായേ? അല്ല, എന്തെങ്കിലും പ്രൊഫഷണൽ ആകട്ടെ, ഇദ്ദേഹം നേഴ്സസിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് നിൽക്കുന്നു. എങ്ങനെ ഇദ്ദേഹം നേഴ്സായത്? എങ്ങനെ? പെട്ടെന്ന് പറ. ഹോസ്റ്റലിലെ ബോംബെയിലെ ഫുഡ് കഴിച്ചല്ലേ മോൻ നേഴ്സായേ? പിന്നെ ഏതോ ഒരു യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങൾ കോളേജ് തന്നെ പഠിപ്പിച്ചു, ഇൻഫർമേഷൻ കൊടുത്തു അല്ലേ? ഇൻഫർമേഷൻ കൊടുത്ത് 4 വർഷം താൻ പഠിച്ചു കഴിഞ്ഞ് എക്സാം എല്ലാം എഴുതി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പ്രൊഫഷണൽ നേഴ്സായി. അല്ലാതെ ആഹാരം കഴിച്ചിട്ടല്ല, ഹോസ്റ്റലിലെയോ ബോംബെയിലെയോ ആഹാരം കഴിച്ചതുകൊണ്ടല്ല ഇദ്ദേഹം നേഴ്സായത്. ഇദ്ദേഹത്തിന് ഇന്ന് ലോകത്തിൽ എവിടെ പോയാലും ഇദ്ദേഹത്തിനെ ഹോസ്പിറ്റലുകാർ അക്സെപ്റ്റ് ചെയ്യും. എന്തുകൊണ്ടാണ്? ഇദ്ദേഹം പ്രൊഫഷണൽ. പറഞ്ഞേ എല്ലാവരും എൻ്റെ കൂടെ, പത്തനാപുരത്തുള്ള കുഞ്ഞുങ്ങളെല്ലാം എൻ്റെ കൂടെ ഒന്ന് വർത്താനം പറഞ്ഞു. ഇദ്ദേഹം പ്രൊഫഷണൽ നേഴ്സാ. ഏതെങ്കിലും പ്രൊഫഷൻ ആകട്ടെ. കുഞ്ഞെ മോനെ പോയിരുന്നു, താങ്ക് യു. ഇങ്ങനെ ഇദ്ദേഹത്തെ അല്ലെ ഒരു പ്രൊഫഷണലിലേക്ക് ഒരാളെ മാറ്റിയെടുക്കുന്നത് ഇൻഫർമേഷനാണ്. എന്തുവാ? ചേർന്നൊന്ന് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ, എനിക്ക് സഹോദരന്മാരുടെ ശബ്ദം കേൾക്കണം. ഒന്ന് പറഞ്ഞേ, ഇൻഫർമേഷൻ.
ഇൻഫർമേഷൻ ഒരാളെ മാറ്റിയെടുക്കുമെങ്കിൽ, ലൈഫ് ലോങ് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ അങ്ങനെ ആക്കിയെടുത്തെങ്കിൽ, ജീവനുള്ള ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ചെന്ന ലോകത്തിൻ്റെ ഒരു ഇൻഫർമേഷൻ അദ്ദേഹത്തെ പ്രൊഫഷണൽ ആക്കാൻ പറ്റുമെങ്കിൽ, ജീവൻ്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വീണ നിങ്ങളുടെ ലൈഫെന്നല്ല, നിങ്ങളുടെ ഡെസ്റ്റിനി എന്നല്ല, നിങ്ങളുടെ ജീവിതം ആകെപ്പാടെ മാറി മറിഞ്ഞു പോകും കേട്ടോ. പക്ഷെ പിശാച് ഇത് കേൾക്കാൻ ആരെ അനുവദിക്കത്തില്ല. എന്തെങ്കിലും ശ്രദ്ധ മാറ്റിക്കൊണ്ടുവന്ന് ഇതിനെ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ ലോകത്തിൻ്റെ ഇൻഫർമേഷൻ ഒരാളെ മാറ്റാൻ പറ്റുമെങ്കിൽ, നമ്മൾ സേവിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ ജീവൻ്റെ വചനത്തിന് മാറ്റാൻ പറ്റുമോ നിങ്ങളെ? എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ കുഞ്ഞുങ്ങളെ. ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുകയല്ല, ഞാൻ നിങ്ങളോട് കൂടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് മാറ്റാൻ പറ്റുമോ? പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ. അയ്യോ, സഹോദരന്മാരുടെ ശബ്ദം കേൾക്കുന്നില്ലല്ലോ. പറഞ്ഞേ, മാറ്റാൻ പറ്റും മോനെ, മാറ്റാൻ പറ്റും. പക്ഷെ നീ അത് മനസ്സിലാക്കേണ്ടതുപോലെ നീ മനസ്സിലാക്കണം കേട്ടോ. മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കണം. ഓക്കെ, നമുക്ക് സ്ലോലി വരാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇന്ത്യയുടെ ബാഡ്മിൻ്റൺ ചാമ്പ്യനായ PV സിന്ധു എന്ന് പറഞ്ഞൊരു പെങ്കൊച്ചിനെ കുറിച്ച്? എത്ര പേര് കേട്ടിട്ടുണ്ട്? എൻ്റെ കൂടെ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓ സഹോദരന്മാരെ, നിങ്ങൾ കൈയൊന്നും കൊണ്ടുവന്നിട്ടില്ലേ? ഒന്ന് കരങ്ങൾ ഉയർത്തിക്കേ കുഞ്ഞേ. കേട്ടിട്ടുണ്ടോ PV സിന്ധുവിനെ? ഇന്ത്യയുടെ ബാഡ്മിൻ്റൺ പ്ലെയറാണ്. അവൾക്ക് 21 വയസ്സുള്ളപ്പോൾ അവളെ, എനിക്കൊന്ന് ഇന്ത്യ ടുഡേ ആണോ ഏതോ ഒരു വലിയൊരു ചാനലുകാർ ആ മകളെ ഇൻ്റർവ്യൂ ചെയ്യുക. ഇൻ്റർവ്യൂ ചെയ്യുന്ന കൂട്ടത്തിൽ അവളോട് ചോദിച്ചു, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ, അവളോട് ചോദിച്ചു, സിന്ധു, ആ ഇൻ്റർവ്യൂ ഒക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട് കേട്ടോ, നീ ഒളിമ്പിക്സിൽ ഓസ്ട്രേലിയ പോയി, നീ തോറ്റുപോയിട്ട് ആ സമയത്ത് തോറ്റതിന് ശേഷം നിന്റെ കോച്ച് നിന്നോട് എന്തോ പറഞ്ഞേ? കോച്ച് അപ്പുറത്തിരിപ്പുണ്ട്. നിന്റെ കോച്ച് നിന്നോട് എന്തോ പറഞ്ഞേ? അപ്പം അദ്ദേഹം പറഞ്ഞു കുറേ കാര്യങ്ങൾ. അവൾ പറഞ്ഞു, എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു, എൻ്റെ മിസ്റ്റേക്ക് എല്ലാം എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു. കോച്ച് പറഞ്ഞു, യു എൻജോയ് ഇയർ. ഓസ്ട്രേലിയയിൽ പറഞ്ഞു, നീ എൻജോയ് ഇയർ. വെൻ യു കം ബാക്ക് ടു ഇന്ത്യ യു റിപ്പോർട്ട് ടു മൈ ഓഫീസ്. നീ എൻ്റെ ഓഫീസിൽ വരാൻ പറഞ്ഞു. ഇവള് ഓസ്ട്രേലിയയിലെല്ലാം എൻജോയ്മെൻറ്റ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ വന്നപ്പം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് നെക്സ്റ്റ് 8 മന്ത് നീ ഒളിമ്പിക്സിന് പ്രിപ്പയർ ചെയ്യാൻ പോവാ. എന്തിനു വേണ്ടിയാ? ഉറക്കെ പോയോ കുഞ്ഞുങ്ങളെ ഒന്ന് പറഞ്ഞേ. ഒളിമ്പിക്സിന് പ്രിപ്പയർ ചെയ്യാൻ പോവാ. പക്ഷേ അടുത്ത കാര്യം അദ്ദേഹം കൊണ്ട് എഴുതി കൊടുത്തു, അടുത്ത 8 മാസത്തേന് നീ ഉള്ളിടത്തോളം സമയം നിന്റെ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. 8 മാസം. 2, നിനക്ക് ഷുഗർ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഷുഗർ, മധുരം ഉപയോഗിക്കാൻ പറ്റത്തില്ല. അടുത്തത്, ഞാൻ ആ കൊച്ചിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഒരു കാര്യം ഞാനൊന്ന് കണ്ടു. എൻ്റെ കർത്താവേ, ഒരു ബോയ്ക്ക് എടുക്കാൻ പറ്റുന്ന, ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതിനെക്കാട്ടിൽ അപ്പുറത്താ ഈ കൊച്ചിനെ ഇട്ട്, ഒരു ഗേളിനെ ഇട്ട് ആ കോച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു. ഒരു ബോയ്ക്ക്, ഒരു പുരുഷന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറം പറഞ്ഞു ഒരു രക്ഷയില്ല. രാവിലെ 4 മണിക്ക് നീ ജിമ്മിൽ വന്നിരിക്കണം. 8 മാസം മൊബൈൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഷുഗർ ഉപയോഗിക്കാൻ പറ്റത്തില്ല, നോ ഇൻ്റർനെറ്റ്, നോ വാട്സപ്പ്. കോച്ച് അപ്പുറത്തിരിക്കുക. അപ്പോൾ ഇൻ്റർവ്യൂവർ കോച്ചിനോട് ചോദിച്ചു, എന്തും കൊണ്ടാണ് നീ ഇത് ചെയ്തത്? നീ എന്തുകൊണ്ടാ ഈ PV സിന്ധുവിനോട് ചെയ്തത്? നീ ഇത് തന്നെയാണോ സൈന നെഹ്വാളിനോട് ചെയ്തേ? നിങ്ങൾക്ക് ഈ പേരുകളൊക്കെ അറിയായിരിക്കും. സൈനയോട് നീ ചെയ്തോ ഇത് തന്നെയാണോ? ഈ കോച്ച് ചിരിച്ചോണ്ടൊരു മറുപടി പറയാ, ശ്രദ്ധിച്ച് കേൾക്ക്. കോച്ച് പറയുന്ന മറുപടി എന്തുവാ? ആദ്യത്തെ വേർഡിങ്ങനാ, സ്പെഷ്യൽ ടൂർണമെന്റ്സ് നീഡ്സ് സ്പെഷ്യൽ പ്രിപ്പറേഷൻ. എന്തോ വേർഡ് പറഞ്ഞേ? സ്പെഷ്യൽ ടൂർണമെന്റ്സ് നീഡ് സ്പെഷ്യൽ. ഉറക്കെ പറഞ്ഞേ കുഞ്ഞുങ്ങളെ, ബോയ്സ് ഒന്ന് പറഞ്ഞേ, സ്പെഷ്യൽ ടൂർണമെന്റ്സ് നീഡ് സ്പെഷ്യൽ പ്രിപ്പറേഷൻ. നിങ്ങൾ അവിടെ തൊട്ട് നിങ്ങളോട് പറയാം, ലോകത്തിൻ്റെ സ്പോർട്സിലുള്ളവർക്ക് ഒരു വാടുന്ന കിരീടം പ്രാപിപ്പാൻ അവരിങ്ങനെ അവർ ചെയ്യുന്നതെങ്കിൽ, അവരിങ്ങനെ ചിലത് സാക്രിഫൈസ് ചെയ്യുന്നതെങ്കിൽ, നിത്യത കൊണ്ട് നമ്മളെ നിത്യതയോളം എത്തിക്കുന്ന, ഒരിക്കലും തീരാത്ത ദൈവത്തിൻ്റെ അഭിഷേകം ചുമക്കണ്ടിയ കുഞ്ഞുങ്ങളെ, അടുത്ത തലമുറയെ
ദൈവം എങ്ങനെ അഭ്യസിപ്പിക്കുമോ? നമ്മളെ ദൈവം ട്രെയിൻ ചെയ്യുമോ? ചിലർ മിണ്ടുന്നില്ല, അത് പേടിയാ. എൻ്റെ കർത്താവേ, എനിക്കിങ്ങനെ അങ്ങ് പോയാൽ മതി, എനിക്കൊരു ട്രെയിനിങ്ങും വേണ്ട. മോനെ, പ്രിയ കുഞ്ഞേ, ദൈവം നിന്നെ ചിലത് പണിയും കേട്ടോ. ദൈവത്തിൻ്റെ പണിയെന്ന് പറഞ്ഞാൽ ഈ സ്പോർട്സ് ആൾക്കാരോ ആർമി ആൾക്കാരോ പണിയുന്ന പോലല്ല. ദൈവത്തിൻ്റെ പണി ഭയങ്കര ഇൻറ്റൻസാണ്. പക്ഷെ നീ അതിനകത്തൂടെ കയറിപ്പോയാൽ നിൻ്റെ ലൈഫ് നിൻ്റെ കൂട്ടുകാർക്കും നാട്ടുകാർക്കും നിൻ്റെ ദേശത്തിനും രാജ്യത്തിനും എത്താൻ പറ്റാത്ത ലെവലിൽ ദൈവം നിന്നെ പറഞ്ഞേ നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, നാട്ടുകാർക്കും വീട്ടുകാർക്കും നിന്റെ കൂടെ പഠിച്ചവർക്കും എത്താൻ പറ്റുന്നതിൻ്റെ അപ്പുറം ദൈവം നിന്നെ, അയ്യോ ആ വേർഡൊന്ന് പറഞ്ഞേ, ദൈവം എത്തിക്കും. പക്ഷെ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ട്രെയിനിങ്ങിൽ കൂടെ പോകണം. നമുക്ക് ദൈവവചനത്തിൽ കൂടെയുള്ളൊരു ഭാഗം നോക്കി വരാം. ദൈവവചനം കേൾക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞു, നല്ല ഇൻഫർമേഷൻ ഒരു പ്രൊഫഷണലായിട്ട് ഒരാളെ മാറ്റിയെടുക്കുമെങ്കിൽ, പക്ഷെ സെയിം ടൈം ഉണ്ട്. എങ്ങനെ ടെററിസ്റ്റിനെ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? ടെററിസ്റ്റിനെ ഉണ്ടാക്കുന്ന എങ്ങനെ? ഭീകരവാദികളെ ഉണ്ടാക്കുന്ന എങ്ങനെ? ഭീകരവാദികളെ ഫുഡ് കൊടുത്താന്നോ? മുമ്പേ ഫുഡ് കൊടുത്താന്നോ? വേറെ എന്തെങ്കിലും മരുന്ന് കൊടുത്താന്നോ? പിന്നെ എന്ത് കൊടുത്താന്നറിയാമോ? നെഗറ്റീവ് വൈരാഗ്യം, ബിറ്റർ, ഇതൊക്കെ ഇവൻ്റെ അകത്തേക്ക് ഇഞ്ചക്ട് ചെയ്ത ഇവനെ അങ്ങ് ആകപ്പാടെ മാറ്റിക്കഴിയുമ്പോൾ ഇവൻ്റെ കൈ തോക്ക് കൊടുക്കും. അങ്ങനെ ഭീകരവാദികളെ ഉണ്ടാക്കുന്നത്. ഇൻഫർമേഷന് ഒരു വ്യക്തിയെ ഇത്രയും സ്വാധീനം ചെയ്യാൻ പറ്റുമെങ്കിൽ, ആ വേർഡ് നിങ്ങളുടെ ഹൃദയത്തിൽ കയറട്ടെ കുഞ്ഞുങ്ങളെ. ഇൻഫർമേഷന് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ മാറ്റാൻ പറ്റുമെങ്കിൽ ജീവന്റെ വചനത്തിന് നിന്നെ മാറ്റാൻ പറ്റുമോ? മിണ്ടുന്നില്ലല്ലോ. പറ്റുമെന്ന് ഉറപ്പുള്ളവർ ആ കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിന് നന്ദി പറഞ്ഞു. ഓക്കെ, നമുക്ക് വരാം. നമ്മുടെ മുമ്പിലുള്ള സമയം ആ PPT ഒന്ന് കാണിക്കാം. ഞാൻ നിങ്ങളോട് ബൈബിളിലെ ഒരു പോർഷൻ പറഞ്ഞ്, നിങ്ങൾക്ക് ഒത്തിരി കട്ടിക്കൊന്നും ഞാൻ പറയത്തില്ല, വളരെ സാവധാനത്തിൽ നിങ്ങളോട് ഒരു കഥയുടെ രൂപത്തിൽ പറയുക. ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാനും കൂടെ പോവാം. ദൈവം നിങ്ങളുടെ ലൈഫിനെ മാറ്റട്ടെ, ആകപ്പാടെ മാറ്റട്ടെ കേട്ടോ, ആകപ്പാടെ മാറ്റട്ടെ. കാണിക്കാം, PPT കാണിക്കാം. ഓക്കെ, ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു ചരിത്രമാണ്. ആരുടെ ചരിത്രം? ഒന്ന് വായിച്ച എല്ലാവരും ഉറക്കെ. ക്യൂൻ എസ്തർ. എസ്തറിൻ്റെ ചരിത്രം ഞാൻ പറയാൻ പോവാം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് വരുമ്പോൾ എൻ്റെ സമയം പോകുമെന്നുള്ള പേടി എനിക്ക്. ക്യൂൻ എസ്തർ. നിങ്ങളൊക്കെ ദൈവസഭയിലുള്ള കുഞ്ഞുങ്ങളല്ലേ? ദൈവസഭയിലുള്ള കുഞ്ഞുങ്ങൾ, നിങ്ങൾക്ക് അല്പമെങ്കിലും ചരിത്രങ്ങൾ അറിയാം എന്നുള്ള ബോധ്യത്തിൽ ഞാൻ പറയാം. യഹൂദൻ അവൻ എപ്പോഴൊക്കെ പാപം ചെയ്തോ, ദൈവം അവനെ മടക്കി വിളിക്കാൻ പല സിസ്റ്റങ്ങൾ ചെയ്തു. പക്ഷെ ഇവൻ മടങ്ങി വരാതിരുന്നപ്പം ദൈവം ഇവനെ ശിക്ഷിച്ചു. അതിലൊരു ശിക്ഷയായിരുന്നു ബാബിലോണിയ പ്രവാസം. എന്തുവായിരുന്നു? എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു വന്ന്, ഇന്ന് ഒരു സെക്ഷനെങ്കിലും എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു. എന്തുവായിരുന്നു? ബാബിലോണിയ പ്രവാസം. ബാബിലോണിലേക്ക് 70 വർഷത്തേക്കിനാ ദൈവം ഇവരെ അയച്ച്. എത്ര വർഷത്തേക്കിനാ? 70 വർഷം. ഇവരെല്ലാം, ഈ പട്ടണം മൊത്തം, യെരുശലേം മൊത്തം തകർന്ന് ചിതറിച്ച് ദൈവം ഇവരെ ബാബിലോണിൽ കൊണ്ടുപോയി. ബാബിലോൺ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാനാ സ്ഥലം കേട്ടോ, ഇന്നത്തെ ഇറാനായി സ്ഥലം. അവിടോട്ട് കൊണ്ടുപോയി, ദൂരെ കൊണ്ടുപോയി. ഇത് കഴിഞ്ഞിട്ട് 70 വർഷം കഴിഞ്ഞിട്ട് ദൈവം ഇവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള സമയമായി. തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള സമയത്താണ് ദൈവം കോരശ് എന്ന് പറഞ്ഞൊരു മേദ്യ പേർഷ്യ രാജാവായ കോരശിനെ എഴുന്നേൽപ്പിച്ചത്. കോരശ് ഇസ്രായേൽക്കാരനല്ല. കോരശ് ഏത് രാജ്യക്കാരനാ? നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ. നിങ്ങളും കൂടെ അല്ലെങ്കിൽ ഞാൻ ചോദിച്ചില്ലേ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു വന്നേ. ഏത് രാജ്യക്കാരനാ കോരശ്? ഉറക്കെ. മേദ്യ. ബസ് മോനെ പറയുന്ന ഭയങ്കര നല്ലതാ, കേട്ടോ, നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റും. ഏത് രാജ്യക്കാരനാ? ഉറക്കെ. സിസ്റ്റേഴ്സും കൂടെ ചേർന്ന് പറഞ്ഞേ. മേദ്യ പാർശ്യ രാജ്യക്കാരൻ. അവനിൽ കൂടെയാണ്
ബെൽസസർ രാജാവ്, നെബൂഖദ്നേസർ രാജാവിൻ്റെ മകനായിരുന്ന ബെൽസസർ രാജാവിനെ കൊന്നിട്ട് അവിടെ ദാനിയേലായിരുന്നു അന്ന് ഗവർണറായിട്ടിരുന്നത്. കേട്ടോ, ദാനിയേലായിരുന്നു ഗവർണറായിട്ടിരുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം, ദാനിയേൽ പോയി ഒരു വാക്യം വായിച്ചു കൊടുത്തു. എന്തോ വാക്യം? മെനെ പറഞ്ഞേ, ബാക്കി പറഞ്ഞേ, മെനെ തെക്കേൽ. അതിനർത്ഥം എന്തുവാ? ഒരു ദൈവദാസൻ ഒരിക്കൽ പറഞ്ഞ അതിനർത്ഥം മോനെ മോനെ ദൈവം നിന്നെ തെക്കേ അമേരിക്കയിൽ അയക്കുമെന്ന്. അതല്ല ആ വേർഡിൻ്റെ അർത്ഥം. ആ വേർഡിൻ്റെ അർത്ഥം നിന്നെ തുലാസിൽ ഞാൻ തൂക്കി നോക്കി, കുറവുള്ളവനെ. നിങ്ങൾ പറഞ്ഞേ ഒന്ന്, നിങ്ങൾ എന്നോട് പറഞ്ഞ് സംസാരിക്കാമെന്ന്. അങ്ങനെ നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം. എന്തോ പറഞ്ഞേ? ദൈവം നിന്നെ തുലാസിൽ തൂക്കി നോക്കി, കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. നിന്റെ രാജ്യം ഇന്ന് രാത്രി ദൈവം വിഭജിച്ച് മേദ്യർക്കും പാർസിയർക്കും കൊടുക്കും. ദൈവം ഇത്, ദാനിയേൽ ഇത് പറഞ്ഞു. ദാനിയേൽ വീട്ടിൽ പോയി. അടുത്ത സംഭവിച്ച അന്ന് രാത്രി കോരശ് രാജാവ് കയറി വന്നു, ഇവരെ കൊന്നുകളഞ്ഞു. ബെൽസസർ രാജാവിനെ കൊന്നുകളഞ്ഞു. ഇത് കഴിഞ്ഞ് ഇവർ തിരിച്ചു വന്നു. ദൈവം പറഞ്ഞു തിരിച്ചു വരാൻ. ദൈവത്തിൻ്റെ ആ വാക്കുകൾ വീണ്ടും ഇടപെട്ടു. ഇസ്രായേൽ ജനത്തെ മടക്കി അയക്കി. കോരശ് പെർമിഷൻ കൊടുത്തു. അങ്ങനെ ഇസ്രായേൽ ജനം തിരിച്ചു വന്നു. ആ ആയിരക്കണക്കിന് ആൾക്കാർ തിരിച്ചു വന്നു. ഒന്നാമത്തെ കൂട്ടരെ ദൈവം മടക്കി കൊണ്ടുവരുന്നത് BC 536 എഴുതി വെച്ചു. എന്നാ കൊണ്ടുവരുന്നേ? ഞാൻ ഈ കണക്കെല്ലാം ചോദിക്കും കേട്ടോ. ഇരുന്ന് നിങ്ങൾ ഉറങ്ങല്ല്. ഞാൻ എനിക്ക് എല്ലാവരെയും കാണാം. എന്നാ ആദ്യമേ ഇവരെ മടക്കി കൊണ്ടുവരുന്നേ? ഉറക്കെ പറ കുഞ്ഞേ. BC 536 അന്ന് അവരെ ബാബിലോണിന്ന്, നിങ്ങൾ ശ്രദ്ധിച്ചോ, ബാബിലോണിന്ന് യെരുശലേമിലേക്ക് മടങ്ങി വരുന്നവരുടെ ലീഡറായിരുന്നു സെരുബാബേലും യോശുവ എന്ന മഹാപുരോഹിതനും. ആരൊക്കെയാ? സെരുബാബേലും യോശുവ എന്ന. നിങ്ങളോട് ഇങ്ങനെ ചോദിച്ചു പോയി കഴിഞ്ഞാൽ സമയം പോവാ. നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് എസ്തേറിന്റെ ചരിത്രത്തിലേക്ക് വരണം. ഇനിയും അന്ന് വന്നത് 50,000 പേരാ. ഒന്നാമത്തെ മടങ്ങി വരവിൽ വന്നത് എത്ര പേരാ? 50,000 പേര്. അത് കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞിട്ടാ രണ്ടാമത്തെ കൂട്ടരെ മടക്കിക്കൊണ്ടുവരുന്നത്. 458 മടക്കിക്കൊണ്ടുവരുന്നത്. അന്ന് കൊണ്ടുവന്ന അതിൻ്റെ ലീഡറായിരുന്നു എസ്ര. ആരായിരുന്നു? അവർക്ക് പറഞ്ഞേ, എസ്ര ന്യായപ്രമാണത്തിൻ്റെ ശാസ്ത്രിയായിരുന്നു. 458 മടങ്ങി വരുന്നത്. അത് കഴിഞ്ഞു മൂന്നാമത്തെ കൂട്ടരെ കൊണ്ടുവരുന്നത് 444. അവരെ ഗൈഡ് ചെയ്തിരുന്നത്, അവരെ ലീഡ് ചെയ്തിരുന്നത് ആരായിരുന്നു? നെഹമ്യ. വെരി ഗുഡ്. അവരെ മൂന്നാമത്തെ കൂട്ടരെ ലീഡ് ചെയ്തത് നെഹമ്യ ആയിരുന്നു. നെഹമ്യ. അപ്പം ഇത് കഴിഞ്ഞു. എല്ലാവരും തിരിച്ചു വരാൻ ഓർഡർ കൊടുത്തിട്ടും പിന്നെയും മടങ്ങി വരാതെ, യെരുശലേമിലേക്ക് മടങ്ങി വരാതെ, അന്ന് അവിടെ ഭരിക്കുന്ന ഒരു രാജാവായിരുന്നു അഹശ്വരേഷ്. കേട്ടോ, ഈ 440 ഒക്കെ കഴിഞ്ഞ് നാളുകൾ കഴിയുമ്പം ആ സ്ഥലത്ത് ഭരിക്കുന്ന ഒരാളുടെ പേരെന്തുവായിരുന്നു? പറഞ്ഞേ, അഹശ്വരേഷ്. അഹശ്വരേഷ് രാജാവ് ഭരിച്ചിരുന്ന കാലം, ദേശം എവിടെ തൊട്ട് എവിടെ വരെയാണെന്നറിയാമോ? എസ്തേറിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആഫ്രിക്ക തൊട്ട്, കൂശ് ദേശം തൊട്ട് എവിടെ വരെയായിരുന്നു? ഹിന്ദു ദേശം വരെ. നമ്മുടെ ഭാരതത്തെക്കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഹിന്ദു ദേശം വരെ. എന്ന് വെച്ചാൽ ഇന്ന് ഇന്ത്യയുടെ ഇന്നത്തെ ബൗണ്ടറി അല്ലാതെ അഫ്ഗാനിസ്ഥാൻ വരെ ഉണ്ടായിരുന്നു അന്നത്തെ ബൗണ്ടറി. അഫ്ഗാനിസ്ഥാൻ വരെ, ഹിന്ദു ദേശം വരെ 127 സംസ്ഥാനങ്ങളിൽ വീണ്ടും ചിതറിക്കിടക്കുക. ആര് ചിതറിക്കിടക്കുക? നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ കുഞ്ഞുങ്ങളെ, ആരാ ചിതറിക്കിടക്കുന്നേ? ഇസ്രായേൽ. 3 പ്രാവശ്യം ദൈവം വരാൻ അനുവാദം കൊടുത്തിട്ടും മടങ്ങി വരാതെ ആ സ്ഥലത്ത് തന്നെ പാർത്തോണ്ടിരുന്ന ഇസ്രായേൽ. കേട്ടോ, അന്ന് അഹശ്വരേഷ് രാജാവ് ഭരിക്കുക. അപ്പം ഞാൻ ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവജനത്തിന് മടങ്ങി വരാൻ അവസരം കൊടുത്തു എങ്കിലും അവർ മടങ്ങി വന്നില്ലെങ്കിൽ പോലും ദൈവം ആ ജനത്തെക്കുറിച്ച് ഭയങ്കര കരുണയുള്ളവനാണ്. ഒരു സ്തോത്രം പറയാമോ നിങ്ങൾ? നല്ലൊരു സ്തോത്രം പറഞ്ഞേ. ദൈവം കരുണയുള്ളവൻ കേട്ടോ, കരുണയുള്ളവൻ. അങ്ങനെ അഹശ്വരേഷ് രാജാവ് ഭരിക്കുന്ന ആ സ്ഥലത്തെക്കുറിച്ചും എസ്തേറിനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് വരാൻ വേണ്ടി പോവാം. അഹശ്വരേഷ് രാജാവ്, നിങ്ങൾക്ക് അവിടെ എല്ലാം അതിൻ്റെ റെഫറൻസ് കാണാം. 127 സംസ്ഥാനങ്ങളിൽ ഭരിക്കുക. ഈ സമയത്ത് തൻ്റെ രാജ്യത്തൊരു ഭയങ്കര ഫീസ്റ്റ് താൻ വെച്ചു. ഭയങ്കര ഒരു ഫീസ്റ്റ്. ആ ഫീസ്റ്റ് വെക്കുന്നത് തൻ്റെ 3-ാമത്തെ വർഷമാണ്, തൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ. നിങ്ങൾ ഈ കണക്ക് കേട്ടിരിക്കണേ.
ഞാൻ എസ്തേറിൻ്റെ ചരിത്രം പറയുക. എസ്തേറിനെ നാളുകൾക്ക് മുമ്പേ ദൈവം ട്രെയിൻ ചെയ്തു, പണിതു എന്നുള്ളത് ഞാൻ പറയാൻ വരുന്നത്. ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഈ വചനത്തിൻ്റെ ജീവൻ്റെ വിത്ത് നിങ്ങളുടെ അകത്ത് വീഴട്ടെ. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ദൈവം നിങ്ങളെ ഈ തലമുറയിൽ പണിതുകൊണ്ടിരിക്കുക കേട്ടോ. മടങ്ങി വരാം. ഓക്കെ, അഹശ്വേരോശ് രാജാവിൻ്റെ 3-ാം വർഷം ഒരു 180 ദിവസത്തെ ഒരു ഫീസ്റ്റ് നടക്കാം. ആ 180 ദിവസത്തെ ഫീസ്റ്റ് നടക്കുന്ന സമയത്ത് തന്നെ തൻ്റെ രാജ്ഞിയായിരുന്ന ഭാര്യയായിരുന്ന വസ്തി എന്ന് പറഞ്ഞ രാജ്ഞിയും സഹോദരിമാർക്ക് വേണ്ടി ഒരു ഫീസ്റ്റ് നടക്കി. ഭയങ്കര ഫീസ്റ്റ് നടത്തി. കാരണം 180 ദിവസം നടക്കുന്ന ഫീസ്റ്റിനകത്ത് ഭയങ്കര മഹത്തുക്കളാണ്, ഭയങ്കര ജ്ഞാനികൾ, ഗവർണർമാർ, ജനറൽമാർ, ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ആൾക്കാരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എസ്തർ വസ്തി രാജ്ഞിയും ഒരു ഫീസ്റ്റ് നടത്തി. അത് കഴിഞ്ഞ് 7 ദിവസം പിന്നെ വേറൊരു ഫീസ്റ്റ്. ഈ ഫീസ്റ്റിനകത്ത് ഭയങ്കര ഫീസ്റ്റ് നടന്നുകൊണ്ടിരിക്കുമ്പം ഈ അഹശ്വേരോശ് രാജാവ് ഒരു കാര്യം ചെയ്തു. അഹശ്വേരോശ് രാജാവ് പറഞ്ഞു, എൻ്റെ ഭാര്യ വസ്തി ഭയങ്കര സൗന്ദര്യമുള്ളവളാണ്. അവളുടെ സൗന്ദര്യം കാണേണ്ടതിന്, എല്ലാവരുടെയും മുമ്പിൽ കാണേണ്ടതിന് അവളോട് പറഞ്ഞു വരാൻ പറഞ്ഞു. പക്ഷെ വസ്തി രാജ്ഞിക്ക് ഇത് മനസ്സിലായിട്ട് വസ്തി രാജ്ഞി ഇത് റിജക്റ്റ് ചെയ്തു. വസ്തി രാജ്ഞി വരാതിരുന്നു. ഇപ്പം രാജാവ് വിളിച്ചിട്ട് വരാതിരുന്നത് കൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ രാജാവ് എന്തോ പറ്റി, ഹ്യൂമിലിയേറ്റ് ആയിപ്പോയി, താൻ അപമാനിതനായി. അദ്ദേഹം തൻ്റെ കുറേ കൂട്ടുകാരുണ്ടായിരുന്നു. നിങ്ങളുടെ ഭാഷയിൽ പറയാം, കുറേ കൂട്ടുകാരുണ്ടായിരുന്നു, നല്ല കൂട്ടുകാരായിരുന്നു. ഞാൻ വേറൊരു കൂട്ടുകാരനെ കുറിച്ചും പറയാം. അവരോട് ആലോചന ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ വസ്തി രാജ്ഞി ഇത് ചെയ്തത് ഈ രാജ്യത്തുള്ള മൊത്തം ആൾക്കാരും, കുടുംബങ്ങളിലുള്ള ആൾക്കാർ, സ്ത്രീകൾ, ഈ സ്ത്രീജനം, ഇവർ തൻ്റെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കാതിരിക്കാൻ ഒരു കാരണമാകും. അതുകൊണ്ട് കൂട്ടുകാർ പറഞ്ഞു കൊടുക്കുക, വസ്തി രാജ്ഞി എടുത്തങ്ങ് കളയാൻ പറഞ്ഞു, അവളെ സ്ഥാനഭ്രംഷ്ടയാക്കിയേക്കാൻ പറഞ്ഞു. ഇത് നോക്കിയോണേ, ഈ കൂട്ടുകാരുടെ വാക്ക് കേട്ട് ഈ രാജാവ് കോപിച്ചിട്ട് വസ്തിയെ സ്ഥാനഭ്രംഷ്ടയാക്കി, വസ്തി രാജ്ഞിയെ കളഞ്ഞു. ഇത് കഴിഞ്ഞു. രാജാവിൻ്റെ കോപം ശമിച്ചു. ഡാമേജ് പറ്റിയത് എന്തുവാന്ന് രാജാവിന് മനസ്സിലാക്കാൻ താമസിച്ചു പോയി. കൂട്ടുകാരൊക്കെ പോയി. രാജാവിൻ്റെ കോപം ശമിച്ചപ്പം രാജാവ് ഓർത്തു, ഞാൻ ചെയ്തത് എന്തുവാ, തൻ്റെ ഭാര്യയില്ല, ക്യൂനില്ല. രാജാവ് ഓർഡർ ഇട്ടു, ഈ ദേശത്തെ ഏറ്റവും സൗന്ദര്യമുള്ള ഒരാളെ ക്യൂനായിട്ട് എനിക്ക് വേണം. അതിന് ഓർഡർ ഇട്ടു. ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ. ഓർഡർ ഇട്ടു. അങ്ങനെ ദേശം മൊത്തം നടന്ന് കന്യകമാരെ ശേഖരിക്കാൻ തുടങ്ങി. അങ്ങനെ ഇസ്രയേലിൽ നിന്ന് ഒത്തിരി വർഷങ്ങൾക്ക് പുറകെ പിടിച്ചോണ്ട് വന്നവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു മകളുണ്ടായിരുന്നു. ആ മകളുടെ പേരെന്തുവാ? ഉറക്കെ പറഞ്ഞേ, എസ്തർ. ഇവളുടെ അപ്പനും അമ്മയും മരിച്ചുപോയി. പക്ഷെ അവളെ വളർത്തിയിരുന്നത് ആരായിരുന്നു? അവളുടെ ചിറ്റപ്പൻ മൊർദെഖായി. മൊർദെഖായി അഹശ്വേരോശ് രാജാവിൻ്റെ ഗേറ്റ് കീപ്പറുമായിരുന്നു. ഗേറ്റ് കീപ്പർ, എനിക്ക് വലിയ പൊസിഷനൊന്നുമില്ല, ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണ ഗേറ്റ് കീപ്പർ, അത്ര ഉള്ള മൊർദെഖായുടെ ജോലി. മൊർദെഖായി ഇവളെ വളർത്തി. ഇവളും ഏകദേശം 17 or 20 അത്രയും വയസ്സില്ല. ആ സമയത്ത് ഈ കുഞ്ഞിനെയും ആ കൊട്ടാരത്തിലേക്ക് പോകേണ്ടി വന്നു. ഇവളെയും പിടിച്ചോണ്ട് പോയി. പോകുന്ന സമയത്ത് റെഫറൻസ് എല്ലാം അവിടെ കിടപ്പുണ്ട് കേട്ടോ. എസ്തേറിനോട് മൊർദെഖായി പറഞ്ഞു കൊടുത്തു, എന്തുവാണെന്നറിയാമോ? മോളെ, നീ പോവാ, പക്ഷേ നീ ഒരിക്കലും നിന്റെ ജാതിയും കുലവും നീ ഏതാണെന്ന് പറയല്. കാരണം ഇവർക്ക് നമ്മളോട് ദേഷ്യമാണ്. നിന്റെ ജാതിയും കുലവും നീ അറിയിക്കല്ലേ. നിങ്ങൾ ആ വാക്യം ഒന്ന് നോക്കിക്കേ, പെട്ടെന്ന് ആ വാക്യം നോക്കിയേ. എനിക്ക് ഒരു വളരെ ഇഷ്ടപ്പെട്ട 1-2 വേർഡുണ്ട്. 2:16 നോക്കിയേ. എസ്തർ 2:16 അല്ല, എസ്തർ 2:20 നോക്കിയേ. ആ ആ മതി മതി മതി, നമുക്ക് ആ വാക്യത്തിലേക്ക് വരാം. കണ്ടോ, എസ്തർ മൊർദെഖായി പറഞ്ഞതുപോലെ തൻ്റെ കുലവും ജാതിയും അറിയിക്കാതിരുന്നു. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ, നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ കുഞ്ഞേ. അപ്പൊ അങ്ങനെ കൊട്ടാരത്തിൽ പോയി. ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയാ. ശ്രദ്ധിച്ചു കേൾക്കണം, നോട്ട് ചെയ്ത് വെക്കുക. എന്നാ വസ്തിരാജ്ഞി താഴെ പോയേ? 3rd year. എല്ലാവരും ചേർന്ന് പറഞ്ഞു, എന്നാ വസ്തിരാജ്ഞി സ്ഥാനഭ്രംശയായത്? എന്നാ 3rd year സ്ഥാനഭ്രംശയാക്കി.
ഇത് കഴിഞ്ഞു. ഇതെല്ലാം ദൈവത്തിനറിയാം. ദൈവത്തിൻ്റെ സർവ്വജ്ഞാനത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. എസ്തേർ രാജ്ഞിയെ കൊണ്ടുവന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എസ്തേർ രാജ്ഞിയെ കൊണ്ടുവന്നിട്ട് അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത മാസം പുള്ളിക്കാരി ക്യൂനായെന്ന്? ഇല്ല. ഇവളെ രാജാവ് ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. എത്ര വർഷം ട്രെയിൻ ചെയ്തെന്നറിയാമോ? ബൈബിളിൽ കിടപ്പുണ്ട്. ടോട്ടലി 4 വർഷം. 4 വർഷം. എങ്ങനെ ഇവളെ പ്രിപ്പയർ ചെയ്യുന്നതെന്നറിയാമോ? രാജാവിൻ്റെ മുമ്പിൽ ഒരാൾക്ക് പോയി നിൽക്കണമെങ്കിൽ അവളുടെ ജീവിതത്തിനകത്ത് ഭയങ്കര ഒരു ട്രീറ്റ്മെൻറ്റിൽ കൂടെ പോകണം. എന്തിനകത്തൂടെ പോകണം? ട്രീറ്റ്മെൻറ്റ്. നിങ്ങൾ ബൈബിൾ വായിച്ചു നോക്കണം. 6 മാസം ഇവളെ ഒരു വായിച്ച് 2:16 നോക്കി. 6 മാസം ഇവളെ മൂർത്തൈലത്തിലും അടുത്ത 6 മാസം അടുത്ത തൈലത്തിലും ഈ കൊച്ചിനെ മുക്കിയിട്ടിരുന്നു. 6 മാസമോ? കാരണം രാജാവിൻ്റെ അടുക്കൽ പോയി നിൽക്കണമെങ്കിൽ നിന്റെ സ്കിന്നിൻ്റെ ടോൺ ഉൾപ്പെടെ മാറണം. നിന്റെ സ്കിന്നിൻ്റെ സകല നമ്മുടെ സ്മെൽ ഉൾപ്പെടെ മാറണം. രാജാവിന് ഇഷ്ടപ്പെടത്തില്ല. ഒരു വലിയ ട്രീറ്റ്മെൻറ്റിൽ കൂടെ പോകണം. ഏകദേശം 3-ാം വർഷം ആ സ്ഥാനഭ്രംഷ്ടയാക്കുന്നത്. അടുത്ത 4 വർഷം എസ്തേർ രാജ്ഞി ട്രീറ്റ്മെൻറ്റിൽ കൂടെ പോയി. ട്രീറ്റ്മെൻറ്റിൽ കൂടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് അഹശ്വേരോശ് രാജാവിൻ്റെ 7-ാം വർഷം എത്തിയപ്പോഴാണ് എസ്തേറിനെ ക്യൂനാക്കുന്നത്. കണ്ടോ? അപ്പം എസ്തേറിനെ സ്വീകരിച്ചു. അടുത്ത വർഷം ക്യൂനായോ? എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ലോകത്തിലെ ഒരു രാജാവ് ഇങ്ങനെയാ അവരുടെ സിസ്റ്റത്തിൽ ട്രെയിൻ ചെയ്യുന്നതെങ്കിൽ, ഞാൻ ഇതിനകത്തൂടെ ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ മഹാരാജാവിൻ്റെ മുമ്പിൽ നിൽക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഇന്ന് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ വാക്കുകളൊന്നും കളയല്ല കേട്ടോ. മഹാരാജാവിൻ്റെ മണവാട്ടിയായി നമ്മളെ ഓരോരുത്തരെയും ദൈവം പണിതുകൊണ്ടിരിക്കുക. നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. 6 മാസം മൂർത്തൈലത്തിൽ കുളിപ്പിച്ച് മുക്കിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇഷ്ടപ്പെടും? അത് കഴിഞ്ഞപ്പോൾ അടുത്ത തൈലത്തിനകത്ത്. അപ്പം എന്നാണ് ക്യൂൻ എസ്തേർ എന്നാ ക്യൂനാകുന്നതെന്ന് അറിയാമോ? പറഞ്ഞേ, 7-ാമത്തെ വർഷം. ഒന്നും കൂടെ ചേർന്നൊന്ന് പറയാം. എത്രാം വർഷം ക്യൂനായി? എല്ലാവരും ചേർന്നൊന്ന് പറയാമോ? 7-ാം വർഷം. നിങ്ങൾ അവിടോട്ടൊരു വേർഡ് എഴുതി വെച്ചു. ഞാൻ ഈ പറയുന്ന വേർഡ്, ദൈവം സ്റ്റേജ് സെറ്റ് ചെയ്തു. ആ വാക്കിൻ്റെ അർത്ഥം ഞാൻ പിന്നീട് പറയാം. എന്തുവാ? ദൈവം സ്റ്റേജ് സെറ്റ് ചെയ്തു. ആ വേർഡ് നിങ്ങൾ എഴുതി വെച്ചു. God has set the stage. ദൈവം സ്റ്റേജ് സെറ്റ് ചെയ്തു. എസ്തേറിനെ ക്യൂനാക്കി. പക്ഷെ ഒരു വേർഡ്, ഇനി മുമ്പേ വായിച്ച വാക്യത്തിൻ്റെ ബാക്കിയൊന്ന് വായിച്ച്. ക്യൂനായി. 20 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ ഈ കൊച്ചിന്. ക്യൂനായി. പക്ഷേ അടുത്ത വാക്യൊന്ന് വായിച്ച സിസ്റ്ററെ, മുമ്പേ വായിച്ചതിൻ്റെ ബാക്കി. ഞാൻ മൈക്കിൽ കൂടെ ഒന്ന് പറയട്ടെ, വായിച്ചോ. എസ്തേർ മൊർദെഖായിയുടെ അടുക്കൽ വളർന്ന പോലത്തെ പിന്നെയും ക്യൂനായിട്ടും ഞാനിപ്പം ക്യൂനാ, ഇപ്പം പണ്ടത്തെ പോലെ ഒന്നും എനിക്ക് അനുസരിക്കാൻ പറ്റത്തില്ല, അങ്ങനെയാണോ എഴുതിയേക്കുന്നേ? നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. എന്തോ പറ്റി? എല്ലാവരും സൈലന്റ് ആയി പോയേ. എനിക്ക് നല്ല ജോലി കിട്ടി, നല്ല സാലറി കിട്ടി, ക്യൂനായി. ഇനി ഞാൻ അമ്മ പറയുന്നൊന്നും കേൾക്കത്തില്ല. പക്ഷെ അവിടെ അങ്ങനെയാണോ എഴുതിയേക്കുന്നേ? എസ്തേർ മൊർദെഖായിയുടെ അടുക്കൽ വളർന്നതുപോലെ തന്നെ ക്യൂനായപ്പോഴും ഇവള് ക്യൂന. ആ പുള്ളി ആരാ? പറഞ്ഞേ കുഞ്ഞേ, ഗേറ്റ് കീപ്പർ. ഹോ, അവനെ അനുസരിച്ചു. ഇങ്ങനെ പോവാ. ഇത് എത്രാം വർഷം സംഭവിക്കുന്നേ? 7-ാം വർഷം. ഒരു ദിവസം മൊർദെഖായി ഒരു സംഭവം കേൾക്കുന്ന സംഭവം ഇങ്ങനെയാ. 2 പേര് കൂടി രാജാവിനെ കയ്യേറ്റം ചെയ്യാനുള്ള കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇത് മൊർദെഖായി ഗേറ്റിൻ്റെ അടുക്കൽ നിന്നോ ഇവിടെ ഒന്ന് കേട്ടു. ഇത് മൊർദെഖായി എസ്തേറിനെ അറിയിച്ച ഉടനെ എസ്തേർ ഇത് മൊർദെഖായിയുടെ കെയർ ഓഫിൽ രാജാവിനെ അറിയിച്ചു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? 2 പേര് കയ്യേറ്റം ചെയ്യാൻ. ആരെ കയ്യേറ്റം ചെയ്യാൻ? രാജാവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നത് ആര് കേട്ടു? മൊർദെഖായി കേട്ടിട്ട് മൊർദെഖായി ഇത് ആരെ അറിയിച്ചു?
എസ്തേർ ഇത് ആരിനെ അറിയിച്ചു? രാജാവിനെ അറിയിച്ചു. രാജാവ് ഇത് ശോധന ചെയ്തപ്പം രാജാവ് ഇത് സത്യമെന്ന് കണ്ടു. അവരെ രണ്ടെണ്ണത്തെയും തകർത്ത് കളഞ്ഞു. ഇപ്പൊ രാജാവിന്റെ കൊട്ടാരത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡാണ്. ദിനവൃത്താന്തം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഡെയിലി നടക്കുന്ന കാര്യങ്ങളും ഓരോ കാര്യങ്ങളും റെക്കോർഡാണ്. ഇതെല്ലാം രാജാവ് റെക്കോർഡ് ചെയ്ത് വെച്ചു. പക്ഷേ മൊർദെഖായിക്ക് ഒരു നന്മ കിട്ടിയില്ല. പുള്ളി അന്നേരവും എവിടെയാ? പറഞ്ഞേ കുഞ്ഞേ, ഗേറ്റ് കീപ്പർ. മൊർദെഖായിനെ മറന്നുപോയി. ഇതിങ്ങനെ പോയി. വീണ്ടും നിങ്ങൾ അവോർഡ് ഓർത്തണേ, ദൈവം സ്റ്റേജ് സെറ്റ് ചെയ്തു. ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞപ്പം എസ്തേർ ക്യൂനായി, മൊർദെഖായി ഈ സംഭവം നടന്നു. പുള്ളി പിന്നെയും ഗേറ്റിനടുക്കല ഇങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തില ഒരു പുള്ളി. രാജാവ് അവന് ഭയങ്കര അവന് കയറ്റവും ഇതെല്ലാം കൊടുത്തു. ഇതിൻ്റെ താഴെ കുറേ ഡീറ്റെയിൽ ഉണ്ട് കേട്ടോ. അദ്ദേഹത്തിൻ്റെ പേരെന്തോന്നറിയാമോ? ഹാമാൻ. ഇന്നത്തെ ഹമാസ് എന്നുള്ളതും ഹാമാൻ എന്നുള്ളതും ഒരു അക്ഷരത്തിന് വ്യത്യാസമേ ഉള്ളൂ. ഒറ്റ അക്ഷരം. എന്നും ദൈവജനത്തിനെതിരെ അവരെ കുത്തിക്കൊണ്ടിരിക്കാൻ ഓരോരുത്തന്മാർ എഴുന്നേക്കും. പക്ഷെ ദൈവമാണോ നിന്നെ നട്ടത്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദൈവമാണോ നിന്നെ നട്ടത്? നിന്നെ പറിക്കാൻ പറ്റത്തില്ലെന്ന്. നിന്നെ ദൈവമാണോ നട്ടത്? നീ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാമോ? ഏതൊക്കെ ശത്രു നിന്റെ നേരെ എഴുന്നേറ്റ് വന്നാലും കർത്താവിൻ്റെ വചനം പറഞ്ഞ് നിങ്ങൾ സന്തോഷിച്ചോണം. നിന്റെ വശത്ത് 1000 പേര് എങ്കിലും അതെന്നോട് വചനം ഒന്ന് ഉരുവിട്ടെ നിങ്ങൾ. ഞാൻ അതിന് നിങ്ങളെ എൻകറേജ് ചെയ്ത് ഒരിക്കൽ കൂടെ, നിന്റെ വശത്ത്, ഉറക്കപ്പറ മോനെ, നിന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. നിന്റെ വശത്ത് 1000 പേരും എങ്കിലും വരത്തില്ല. നിന്റെ എല്ലാ വഴികളിലും. നിങ്ങൾ ഇന്നലെ രാത്രി ഉറങ്ങി, പക്ഷെ ദൈവം ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. 121 സങ്കീർത്തനം. ഇസ്രായേലിന്റെ പരിപാലകൻ ആണോ? നമ്മളെല്ലാം ഉറങ്ങിയില്ലേ? പക്ഷെ എന്തുകൊണ്ടാണ് ഉറങ്ങാഞ്ഞേ? പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ടിലെ ആ വാക്യം അങ്ങനെ, ഇരുട്ടിലെ സംഹാരം, രാത്രിയിലെ ഭയം, പകൽ പറക്കുന്ന അസ്ത്രം, ഇതൊന്നും നിന്നെ അടുക്കാതെ വേണം. കാരണം നിന്റെ മേൽ ദൈവത്തിൻ്റെ വിളി കിടക്കുക. ഈ തലമുറയിൽ ഇതുപോലെയുള്ള ചില ക്യൂന്മാരും കുറേ ഇതുപോലുള്ള ദാനിയേലുമാരെ നീ അറിഞ്ഞോ അറിയാതെയോ ദൈവം നിന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. മടങ്ങി വരാം. ഒരു പുള്ളിക്ക് ഭയങ്കര സ്ഥാനക്കയറ്റം കൊടുത്തി. അവൻ്റെ പേര് ഹാമാൻ എന്നാ. അവൻ ആഗാഗ്യൻ. ഈ ആഗാഗിൻ്റെ കാര്യം പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ദൈവം പറയുന്നത് അനുസരിക്കേണ്ട സമയത്ത് അനുസരിച്ചില്ലെങ്കിൽ തലമുറകൾ വില കൊടുക്കേണ്ടി വരും. ആഗാഗെന്ന് പറഞ്ഞാൽ ഇവൻ ഏത് ട്രൈബാന്നറിയാമോ? അമാലേക്കിന. ആഗാഗെന്ന് പറഞ്ഞ പുള്ളി ഏത് ട്രൈബാ? അമാലേക്കൻ ഇസ്രയേലിനോട് എന്നും പ്രശ്നമായിരുന്നു. ഇസ്രയേമിൽ നിന്ന് വരുന്ന വഴി തന്നെ പുറപ്പാട് 17 ഇവനോടൊരു യുദ്ധം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ബെഞ്ചമിൻ ഗോത്രക്കാരനെ ദൈവം രാജാവാക്കി. ഇസ്രയേലിന്റെ ആദ്യത്തെ രാജാവ്. എന്തോ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞേ? ശൗൽ. അവൻ ഏത് ഗോത്രക്കാരനായിരുന്നു? ബെഞ്ചമിൻ ഗോത്രക്കാരൻ. അവൻ ആഗാഗ്യ വംശജനെ കൊല്ലാൻ പറഞ്ഞപ്പം ശമൂവേൽ പോയി ദൂത് പറഞ്ഞു, പോയി അമാലേക്കിനെ കൊന്നിട്ട് വരാൻ. പുള്ളി പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് ഹീനമായതും ബലഹീനമായതിനെ ഒക്കെ കൊന്നതിനെ എല്ലാത്തിനെയും കൊന്നിട്ട് തടിച്ചു കൊഴുത്തതിനെയും അവിടുത്തെ രാജാവായ ആഗാഗിനെയും കൂടെ പിടിച്ചോണ്ടിങ്ങി പോന്നു. മല്ലനെ കൊല്ലേണ്ട സമയത്ത് കൊന്നില്ല, പക്ഷെ പിന്നെ ആഗാഗിനെ കൊന്നു, ആ വംശക്കാരനെ കൊന്നു. പക്ഷെ നോക്കിക്കേ, അവനെ വെച്ചിരുന്നു. ഇപ്പൊ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ഏത് ട്രൈബാ എഴുന്നേറ്റ് വരുന്നേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മളുള്ളത് കളിക്കളത്തിലല്ല, നമ്മളുള്ളത് എവിടെയാ? പോർക്കളത്തിൽ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് എന്തെങ്കിലും ചെയ്യാനോ എഴുന്നേക്കാനോ പ്രാർത്ഥിക്കാനോ ഉപവസിക്കാനോ പറയുമ്പോൾ നീ ആ സമയത്ത് മിണ്ടാതിരുന്നാൽ എന്ത് പറ്റുമെന്നറിയാമോ? ശത്രു ആ സമയത്ത് പ്രബലപ്പെടും. പക്ഷെ നീ ആ സമയത്ത് തകർക്കേണ്ടിയതിനെ ആത്മാവിൽ തകർത്താൽ, നീ തകർക്കേണ്ടിയ ആത്മശക്തിയുടെ കോട്ടകളെ ഇടിച്ചു കളഞ്ഞാൽ, ഇരുളിൻ്റെ കോട്ടകളെ ദൈവാത്മശക്തിയിൽ ഇടിച്ചു കളഞ്ഞാൽ കേട്ടോ. മടങ്ങി വരാം. ഹാമാൻ എഴുന്നേറ്റ് വന്നു. അവന് സ്ഥാനക്കയറ്റം കിട്ടിയ ഉടനെ, നിങ്ങൾ ഇനി എന്നെ ശ്രദ്ധിക്കണേ,
എല്ലാവരും തന്നെ സല്യൂട്ട് അടിച്ചു. പക്ഷേ താൻ ഇറങ്ങിപ്പോകുന്ന വഴി നിൽക്കുന്ന ഒരു പുള്ളി മാത്രം പുള്ളിയെ സല്യൂട്ട് അടിക്കുന്നില്ല. ഇവൻ ഇത് കണ്ടിട്ടങ്ങ് ദേഷ്യം വരാൻ തുടങ്ങി. 10ാം വർഷമാണ് ഇവന് സ്ഥാനക്കയറ്റം കൊടുക്കുന്നത്. നിങ്ങൾ കണക്കോർക്കുന്നുണ്ടോ? എന്ന വസ്തിരാജ്ഞി താഴെ പോന്നേ 3ാം വർഷം, എന്ന എസ്തർ ക്യൂനാകുന്നേ 7ാം വർഷം. ഞാൻ അന്നൊരു വേർഡ് പറഞ്ഞായിരുന്നു. എന്തോ വേർഡ്? സ്റ്റേജ് ആ സെറ്റ്. ദൈവം സെറ്റ് ചെയ്തു. ദൈവത്തിനറിയാം ഹാമാനെ നീ വരുമെന്നറിയാം. അപ്പം ദൈവം ചിലതിനെ അവിടെ വെച്ചിട്ടുണ്ട്. ദൈവം ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് അങ്ങനെ ചെയ്യട്ടെ. ഈ ക്യാമ്പിനകത്ത് നാളുകളിൽ വരാനുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതിയാ. ഗോലിയാത്ത് വരുന്നതിൻ്റെ തലേദിവസം അല്ല ദൈവം ദാവീദിനെ തപ്പാൻ പോകുന്നേ. ഗോലിയാത്ത് വരുന്നതിൻ്റെ നാളുകൾക്ക് മുമ്പേ ശമൂവേലിനെ അയച്ച് ദൈവം ചിലതിനെ അഭിഷേകം ചെയ്ത് ട്രെയിൻ ചെയ്ത് ദൈവത്തിൻ്റെ പൂണിയിൽ ദൈവം ഒളിപ്പിച്ചു വെച്ചേക്കും. ഇതിനകത്ത് കേൾക്കുന്ന കുഞ്ഞുങ്ങളുണ്ടോ? കേൾക്കുന്ന ദൈവമക്കളിനകത്തുണ്ടോ? ഒരു നന്ദി പറഞ്ഞാട്ടെ, ദൈവത്തോട് നന്ദി പറഞ്ഞാട്ടെ കേട്ടോ. ഗോലിയാത്ത് വരുന്നതിൻ്റെ തലേദിവസം അല്ല, തക്ക സമയം വരും. അന്ന് ദൈവം ഗോലിയാത്തിനെ അങ്ങോട്ട് അയക്കും. പോയിട്ട് വാ. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ ചിലതിലേക്ക് ദൈവം അയക്കട്ടെ കേട്ടോ. ദൈവം ചിലതിലേക്ക് അയക്കട്ടെ. ഓക്കെ, മടങ്ങി വരാം. ഹാമാന് സ്ഥാനക്കയറ്റം കിട്ടി. പുള്ളിയെ മൊർദെഖായി മാത്രം സല്യൂട്ട് അടിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല. ഈ സമയത്ത് പുള്ളിക്ക് ഭയങ്കര ദേഷ്യം. അവൻ അന്വേഷിച്ചു ഇവൻ ഏത് ദേശക്കാരനാ. അന്വേഷിച്ചപ്പോൾ ഏത് ദേശക്കാരൻ, ഏത് രാജ്യക്കാരനാന്ന് കിട്ടി? യഹൂദനാന്ന് കിട്ടി. ഇവനോടുള്ള വാശിക്ക് നിൽക്കുക. അവനൊരു തീരുമാനിച്ചു. ഇവനെ ഒറ്റയ്ക്ക് കൊന്നാ നടക്കത്തില്ല. ആർക്കാ എൻ്റെ കൂടെ മൊർദെഖായിയായിട്ട് ഫ്രണ്ടി വരാൻ പറ്റുന്നേ? ഒരു മൊർദെഖായി വാ. എനിക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു ക്യൂനെ കൂടെ വേണം. ബാ, ആരാ വരാൻ? മോൻ വാ. ആ മോൻ തന്നെ ഇനി വരാൻ. ആ ബ്ലാക്ക് ടീഷർട്ട് ബാ. ഈ കുഞ്ഞിന് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാമോ? നല്ല ക്ലാപ്പ് എന്നാ ഞാൻ പറഞ്ഞു കേട്ടോ. മൊർദെഖായി എന്ന് വെച്ചു. മൊർദെഖായിയുടെ കുലം അറിഞ്ഞു, യഹൂദനാ. പക്ഷെ മൊർദെഖായി ഒറ്റയ്ക്ക് കൊന്ന ഈ പുള്ളിക്ക് നാണം കേടാ. ഇദ്ദേഹം തീരുമാനിച്ചു നിന്നെ ഒറ്റയ്ക്കല്ല കൊല്ലുന്നേ, എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ മക്കളെ, ഇവൻ്റെ കുലത്തെ മൊത്തം കൊല്ലാൻ പുള്ളി പ്ലാൻ ചെയ്തു. ഇങ്ങനെ പുള്ളി ആലോചിച്ചുകൊണ്ട് നടക്കാം. പിന്നെ ഇറങ്ങിപ്പോയിട്ട് ഇതേണ്ട നടക്കുന്നില്ല. ഈ ഹാമാൻ എന്തെടുത്തെന്നറിയാമോ? ഹാമാൻ ഇവൻ പോയി ശരിക്കും പറഞ്ഞ മഷിയിട്ട് നോക്കിയെന്ന്. ഇവൻ്റെ അന്നേരത്തെ സിസ്റ്റം വെച്ചോണ്ട് ഇവൻ കണ്ടുപിടിച്ചു ഈ യഹൂദനെ എന്നാ കൊല്ലണ്ടിയെ. അവൻ ചീട്ടിട്ട്, ആ ചീട്ടിൻ്റെ പേര് പൂരീം എന്ന് പറഞ്ഞൊരു ചീട്ടിട്ട് കണ്ടുപിടിച്ച് എന്ന് കൊല്ലണമെന്ന്. ബൈബിൾ ഇതെല്ലാം ഉണ്ട് കേട്ടോ. അവർ കണ്ടുപിടിച്ച് എന്നാണെന്നറിയാമോ? 1ാം മാസമായ നീസാൻ മാസം 13ാം തീയതി നിങ്ങളെ കൊല്ലാൻ വേണ്ടിയുള്ള ചീട്ടിട്ടു. അവൻ കണ്ടുപിടിച്ചു എന്ന് കൊല്ലണം. ചീട്ടിട്ടതെന്നാ ചീട്ടിട്ടെ യഹൂദന്മാരുടെ മാസമായ 1ാം മാസം അല്ലെങ്കിൽ നീസാൻ മാസം 1ാം മാസം 13ാം തീയതി ചീട്ടിട്ട് കണ്ടുപിടിച്ചു എന്ന് കൊല്ലണമെന്ന്. ഡേറ്റ് എന്നാ വീണേന്നറിയാമോ? അല്ലല്ല, ആധാർ മാസം. ആധാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ID കാർഡ് അല്ല കേട്ടോ. 12ാം മാസം, യഹൂദന്റെ മാസമായ 12ാം മാസം 13ാം തീയതി ഇവനെ മൊത്തം കൊന്നു മുടിക്കാൻ അവൻ തീരുമാനിച്ചു. ഇവനിത് തീരുമാനിച്ചിട്ട് ഹാമാൻ ഇത് തീരുമാനിച്ചു. എല്ലാം ചീട്ടിട്ട് പുള്ളി പോയി എല്ലാം പ്ലാൻ ചെയ്ത്, ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ മന്ത്രവാദമോ എന്തെങ്കിലും പരിപാടി ചെയ്ത് അവൻ കണ്ടുപിടിച്ചിട്ട് ഇവൻ്റെ ജാതിയം കൊല്ലാൻ. ഇവൻ ഇനി അടുത്തത് രാജാവിൻ്റെ കയ്യിൽ നിന്ന് പെർമിഷൻ മേടിക്കണം. ഇവൻ രാജാവിൻ്റെ അടുക്കലോട്ട് ചെന്നു. രാജാവിനോട് പറഞ്ഞു, രാജാവേ, അങ്ങയുടെ ദേശം മൊത്തം എത്ര ദേശമുണ്ട്? 127 സംസ്ഥാനങ്ങളിൽ ഒരു ജാതി ഇങ്ങനെ ചിതറിക്കിടപ്പുണ്ട്. ഈ ജാതിയെ പിശാചി ചിലപ്പോൾ ഉണ്ടല്ലോ ദൈവജനത്തിനെതിരെ മറ്റ് ചിലതിനെ ഉപയോഗിക്കും കേട്ടോ. ദൈവജനത്തിനെതിരെ ഹാമാൻ മനസ്സിലാകുന്നില്ല. ഇവനെതിരെ ദൈവം തെരഞ്ഞെടുത്ത അബ്രഹാമിൻ്റെ സന്തതിക്കെതിരെ പിശാച് അവനെ തിരിച്ചുവിട്ടതാണ്, ചൊടിപ്പിച്ചു വിട്ടതാണ്. ഈ കിടക്കുന്ന ഈ ജാതി, ഒരു ജാതി ഇങ്ങനെ ചിതറിക്കിടക്കുന്നു. അവരെ കൊന്നുകളയാൻ, അവരെ മുടിച്ചു കളയാൻ അങ്ങ് എനിക്ക് അനുവാദം തരണം. രാജാവിനോട് പറഞ്ഞ കുറ്റം കേട്ടോണ്ട് രാജാവ് പറഞ്ഞു, ഏത് ജാതിയാ? അവരെ കൊന്നുകളയാൻ നീ തരാമെന്ന് പറഞ്ഞ 10,000 താലന്ത് വെള്ളി ഞാൻ നിനക്ക് തന്നെ തന്നേക്കുന്നു, നീ അത് വെച്ചോ, ഇന്നാ
എൻ്റെ മുദ്രാമോതിരം എടുത്തോ, സീൽ ചെയ്തോ. ഇവനൊരു ലെറ്റർ എഴുതി. ആധാർ മാസം 12-ാം മാസമായ ആധാർ മാസം 13-ാം തീയതി 127 സംസ്ഥാനങ്ങളിലുമുള്ള യഹൂദനെ കൊന്നുമുടിക്കുക എന്ന് പറഞ്ഞ് നിയമം എഴുതി രാജാവിൻ്റെ സീലും വെച്ച് ഒട്ടകങ്ങളുടെ പുറത്ത്, തുരകങ്ങൾ എന്ന് പറയുന്നത് തപാൽ ഡിപ്പാർട്ട്മെന്റ്, നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അന്നത്തെ കാലത്ത് ഇമെയിലൊന്നുമല്ല, ഒട്ടകങ്ങൾ, കുതിരകളുടെ പുറത്ത് 127 സംസ്ഥാനങ്ങളിൽ വായിച്ചു. ഇതിൻ്റെ ഒരു പകർപ്പ് ശൂഷൻ രാജധാനിയിലും കൊണ്ടുപോയി ഒട്ടിച്ചു. എവിടെ കൊണ്ടുപോയി ഒട്ടിച്ചു? ഒരു ദിവസം മൊർദെഖായി പോകുന്ന വഴിക്ക് ഈ പകർപ്പ് കണ്ടു. മൊർദെഖായി ഈ പകർപ്പ് കണ്ടിട്ട് തൻ വസ്ത്രം കീറി നിലവിളിച്ചുകൊണ്ട് തൻ കൊട്ടാരത്തിൻ്റെ വാതുക്ക വരെ പോയി അലറിക്കരഞ്ഞു. യഹൂദന്മാർ ഇത് കേട്ടവർ മൊത്തം കരയാൻ തുടങ്ങി. തൻ രട്ടുടുത്ത് തൻ വസ്ത്രം കീറി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരോ പോയി തൻ്റെ ചിറ്റപ്പൻ്റെ മകളോട്, എസ്തേറിനോട് പോയി പറഞ്ഞു കൊടുത്തു, ദേണ്ട നിന്റെ ചിറ്റപ്പൻ അവിടെ ഇരുന്ന് കരയുന്നു, അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചു. ഒരാളെ അയച്ചു. വസ്ത്രം കീറി അവൻ കരയുന്നത്. നല്ല വസ്ത്രം കൊടുത്തു വിട്ടു, നല്ല ബ്യൂട്ടിഫുൾ വസ്ത്രം കൊടുത്തു വിട്ടു. മൊർദെഖായിയുടെ അടുക്ക കൊടുത്തു വിട്ടപ്പോൾ മൊർദെഖായി പറഞ്ഞു, നീ കണ്ടില്ലേ ഈ പകർപ്പ്? ഇത് കാണിച്ചു ഒരു പകർപ്പിൻ്റെ ഒരു കാര്യവും. നിന്റെ വസ്ത്രം എനിക്ക് വേണ്ട. നീ ഇന്നോർത്തോ, നീ അവിടെ ഇരിക്കുന്നത് കൊണ്ട് നീ രക്ഷപ്പെട്ടുവെന്ന് നീ വിചാരിക്കേണ്ട. അടുത്ത വേർഡ് ഭയങ്കരമാണ്. ഈ ഒരു കാലത്തേക്കിന് വേണ്ടി ആയിരിക്കത്തില്ലയോ ദൈവം നിന്നെ അവിടെ ഇരുത്തിയതെന്ന് ആർക്കറിയാം? ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. യഹൂദന്മാർക്ക് രക്ഷ പറഞ്ഞേ കുഞ്ഞുങ്ങളെ, വേറെ എവിടുന്നെങ്കിലും വരും. പക്ഷെ നീ മിണ്ടാതിരിക്കല്ലേ. നിനക്ക് ദൈവം പൊസിഷൻ തന്നത് മിണ്ടാതിരിക്കാനല്ല. നിന്റെ കുടുംബം സേഫാ, നീ മിണ്ടാതിരിക്കല്ലേ. വീണ്ടും രാജ്ഞി അടുത്തത് ആളിനെ വിട്ടു. രാജ്ഞി പറഞ്ഞു, ഞാനിത് അറിഞ്ഞില്ല. ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ സംഭവം നടന്ന കാര്യമൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നേ. ഒരു കാര്യം ചെയ്യും, ഞാൻ നശിക്കുന്നെങ്കിൽ നശിച്ചോട്ടെ, എനിക്ക് രാജാവിൻ്റെ അടുക്ക ചെല്ലാൻ അനുവാദമില്ല. പക്ഷെ നിങ്ങളെല്ലാം കൂടെ 3 ദിവസം ഉപവസിക്കാം. ഞാനും എൻ്റെ തോഴിമാരും കൂടെ ഉപവസിക്കാം കേട്ടോ. തോഴിമാരും കൂടെ ഉപവസിക്കാം. 3-ാം ദിവസം ഞാൻ രാജാവിൻ്റെ അടുക്ക ചെല്ലാം. ഞാൻ കാണാൻ എനിക്ക് പെർമിഷൻ ഇല്ല. അവിടെ ചെന്നാൽ രാജാവ് എന്നെ കൊന്നുകളയും. കാരണം രാജാവിൻ്റെ പെർമിഷനില്ലാതെ ചെല്ലാൻ പറ്റത്തില്ല. പക്ഷെ 3 ദിവസം ഞാൻ ഉപവസിക്കട്ടെ. കുഞ്ഞുങ്ങളെ, ഇവരെല്ലാം കൂടെ ഉപവസിക്കാൻ തുടങ്ങി. നിങ്ങൾക്കറിയാമോ, ഉപവാസവും പ്രാർത്ഥനയും നിയമങ്ങളെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അയ്യോ, ഒരു സ്തോത്രം പറയാമോ? നല്ലൊരു സ്തോത്രം പറഞ്ഞേ. എടാ, രാജാവല്ല നിന്റെ നിയമം, മഹാരാജാവാ നിന്നെ നിയന്ത്രിക്കുന്നത് കേട്ടോ. രാജാവ് എഴുതിയ നിയമം ആർക്ക് മാറ്റാം? പറഞ്ഞേ കുഞ്ഞേ, മഹാരാജാവിന്. പറഞ്ഞേ, ആർക്ക് മാറ്റാം? ആരാ മഹാരാജാവ്? നമ്മുടെ കർത്താവ്. ഹോ, ആ കരങ്ങളെ ഉയർത്തി എൻ്റെ ദൈവത്തോട് നന്ദി പറഞ്ഞേ. നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരാണെങ്കിൽ വചനം കേൾക്കുമ്പോൾ ദൈവത്തോടൊന്ന് റെസ്പോണ്ട് ചെയ്തേ. ഗോഡ്, നിനക്കെതിരെ എഴുതിയേക്കുന്ന, ഇരുട്ടിൻ്റെ മറവിൽ എഴുതിയേക്കുന്ന നിയമത്തെ മാറ്റാൻ പറ്റും കേട്ടോ. നിനക്കെതിരെ ഉണ്ടാക്കിയേക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ വ്യാപാരത്തെയും നിനക്ക് മാറ്റാൻ പറ്റും. എങ്ങനെ മാറ്റാൻ പറ്റും? ഫസ്റ്റ് എസ്തേർ പറഞ്ഞു, ചെല്ല്, ഞാൻ 3 ദിവസം ഞാൻ ഉപവസിക്കാം. ഉപവസിച്ചിട്ട് ഞാൻ ആ രാജാവിൻ്റെ അടുക്ക ചെല്ലാം. യഹൂദന്മാരെല്ലാം കൂടെ ഉപവാസം, അറിഞ്ഞവരൊക്കെ ഉപവാസം. 3-ാമത്തെ ദിവസം രാജ്ഞിക്ക് ചെല്ലാൻ അനുവാദമില്ല. ആ മാസമേ ചെല്ലാൻ അനുവാദമില്ല. രാജ്ഞി വസ്ത്രം ധരിച്ച് രാജാവ് സിംഹാസനത്തിലിരിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണേ കുഞ്ഞുങ്ങളെ, സിംഹാസനത്തിലിരിക്കുക. രാജ്ഞി അതിൻ്റെ അന്തഃപുരത്തിൽ കൂടെ ഒന്ന് ഉലാവാൻ തുടങ്ങി. രാജാവ് കണ്ടു. രാജാവിന് മനസ്സിലായി എന്തോ കാര്യമുണ്ട്. രാജാവിന് കൃപ തോന്നി. രാജാവ് ചെങ്കോൽ നീട്ടി ഓടിപ്പോയി ചെങ്കോലിൽ പിടിച്ചു. ഓ, രാജാവിന് കൃപ തോന്നുമെങ്കിൽ മഹാരാജാവിന് കൃപ തോന്നാതിരിക്കുവോ? നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. എന്നെ കേൾക്കുന്നത് ദൈവജനമല്ലേ? ഓ, ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ ദൈവമക്കളെ? രാജാവിന് കൃപ തോന്നുമെങ്കിൽ എൻ്റെ മഹാരാജാവിന് കൃപ തോന്നാതിരിക്കുവോ? അവൻ കരുണയുള്ളവനാ, അവൻ മനസ്സലിയുന്നവനാ, അവൻ മഹാദയാലുവാ.
അല്ലേ? ചെങ്കോല് പോയി പിടിച്ചു. രാജ്ഞി നിനക്ക് എന്തോ ആവശ്യം, എന്തോ ആവശ്യം? മോൻ പോയിരുന്നു. താങ്ക് യു, ഇടയ്ക്ക് ഞാൻ വിളിക്കാവേ. രാജ്ഞി നിനക്ക് എന്തോ ആവശ്യം? രാജ്ഞി പറഞ്ഞു, ശ്രദ്ധിച്ച് കേൾക്കണേ, രാജാവേ, ഞാനൊരു ഫീസ്റ്റ് വെക്കുന്നുണ്ട്, എൻ്റെ ഫീസ്റ്റിന് അങ്ങ് വരണം, പ്രത്യേകിച്ച് ഈ ഹാമാനെ കൂടെ കൊണ്ടുവരണേ. എന്തോ പറഞ്ഞേ? ഞാനൊരു ഫീസ്റ്റ് വെക്കുന്നുണ്ട്, എൻ്റെ ഫീസ്റ്റിന് രാജാവ് വരണം. രാജാവ് വരുന്ന കൂട്ടത്തിൽ ഒന്ന് നീട്ടി ഒന്ന് പറഞ്ഞേ, പ്രത്യേകിച്ച് ആരെ കൂടെ കൊണ്ടുവരണം? ഹാമാനെ കൂടെ കൊണ്ടുവരണം. നിങ്ങളങ്ങനെ സിമ്പിള് പറയല്ലേ, എങ്ങനെ നീട്ടി എന്ന് പറയണം, പ്രത്യേകിച്ച് കേട്ടോ, അവനെ കൂടെ കൊണ്ടുവരണം. ഒന്ന് പറഞ്ഞേ, പ്രത്യേകിച്ച് ഹാമാനെ കൂടെ കൊണ്ടുവരണം. മറക്കല്ലേ രാജാവേ, ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയച്ചേക്കാം കേട്ടോ. കൊണ്ടുവന്നു. രാജാവ് പറഞ്ഞു, ഹാമാനെ, നാളത്തെ ഫീസ്റ്റിന് രാജ്ഞി നമ്മളെ വിളിച്ചേക്കോ, നീ വരണം. വേറെ ആരെയും വിളിച്ചിട്ടില്ല. പുള്ളി ഒന്നാതെ സ്പ്രിങ്ങില്ല, പിന്നെ പുള്ളി തെങ്ങയിലായി. ഒന്നാതെ പുള്ളി സല്യൂട്ട് അടിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളം കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ എന്നെയും രാജാവിനെ മാത്രമേ രാജ്ഞി വിളിച്ചിട്ടുള്ളൂ എന്ന് വിളിച്ചിട്ടുള്ളൂ. വീഴ്ചയ്ക്ക് മുമ്പേ അഹങ്കാരമാണ്, വീഴ്ചയ്ക്ക് മുമ്പേ നിഗളം കേട്ടോ. ദൈവസന്നിധിയിൽ പ്രൈഡ് പോകത്തില്ല ഒരിക്കലും. പുള്ളി അങ്ങോട്ട് ഇറങ്ങിപ്പോവാ, മോനെ ഓടി വാ, നീ ഇന്ന് പോകണ്ട, വാ നീ വാ, മോർദെഖായി ഇങ്ങി വാ. അവിടെ നിന്നു. ഓൾറെഡി ഇങ്ങോട്ട് ഇവിടെ വാ. പുള്ളി ഇതെല്ലാം കൂടെ ഇൻവിറ്റേഷനും കിട്ടിയിട്ട് ഭയങ്കര സ്പ്രിങ്ങിൽ അങ്ങോട്ട് പോവാം. അതുകൊണ്ട് ഈ പുള്ളി സല്യൂട്ട് അടിക്കുന്നില്ല. ഇവനെ ഒന്ന് നോക്കി, ആഹാ ഇവനാകെപ്പാടെ വിഷമിച്ച് നേരെ വീട്ടിലോട്ട് ചെന്നു. മോനോട് പോയിരുന്നു, ഇനിയും വിളിക്കാൻ ഞാൻ. നേരെ വീട്ടിലോട്ട് ചെന്ന് പുള്ളി തൻ്റെ ഭാര്യ സേരസിനോട് പറഞ്ഞു. സേരസ് എൻ്റെ ഭാര്യയുടെ പേരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. സേരസിനോട് പറഞ്ഞു, അവന് കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു. അവരോട് പറഞ്ഞു, നിനക്കറിയാമോ, രാജ്ഞി ഭയങ്കര ഫീസ്റ്റ് നടത്തുക, അതിനകത്ത് ആരെയൊക്കെ വിളിച്ചിട്ടുള്ളൂ? ഉറക്കെ പറഞ്ഞേ, എന്നെയും രാജാവിനെയും. പുള്ളി ഊന്നി പറഞ്ഞു, എന്നെയും രാജാവിനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. പുള്ളി ഫോട്ടോ സ്റ്റാറ്റസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടായിരുന്നു പുള്ളി. പ്രത്യേകിച്ച് പുള്ളി ആ ഇൻവിറ്റേഷൻ ഇട്ടു. പക്ഷെ എനിക്കിതൊക്കെ ആണെങ്കിൽ പോലും എൻ്റെ ഉള്ളിലൊരു എന്തോ ഒരിത്. എന്താ കാര്യം ചോദിച്ചു. സേരസ് ചോദിച്ചു, പറഞ്ഞു, ആ മോർദെഖായി ഉണ്ടല്ലോ, അവൻ അവിടെ ഇരിക്കുന്നിടത്തോളം കാലം എൻ്റെ ഹൃദയത്തിലൊരു സ്വസ്ഥതയില്ല. ആ ഭാര്യ സേരസ് എന്ന് പറഞ്ഞ ആ ഭാര്യ ഒരു മറുപടി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ വലിയൊരു കഴുകുമരം ഉണ്ടാക്കുക, അവനെ അങ്ങ് തൂക്കിക്കള, നിനക്ക് സ്ഥാനക്കായിട്ടും പ്രമോഷനൊക്കെ കിട്ടിയില്ല, നിന്റെ ആ പവർ അങ്ങ് ഉപയോഗിക്കും, അവനെ തൂക്കിക്കളയാൻ. ഇവരാലോചന പറഞ്ഞു. അന്ന് രാത്രി തന്നെ, നാളെ രാവിലെ പോകേണ്ടതാ കേട്ടോ, നാളെ രാവിലെ എല്ലാ കാര്യത്തിനും പോകേണ്ടിയാ. അന്ന് രാത്രി അല്ല, ആദ്യത്തെ ദിവസത്തെ ഫീസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോഴാണ് മോർദെഖായി കണ്ടിട്ട് സല്യൂട്ട് അടിക്കാഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ പോയി. ആദ്യത്തെ ദിവസത്തെ കഴിഞ്ഞു. രാജ്ഞിയോട് ചോദിച്ചു, രാജ്ഞി നിനക്ക് എന്ത് വേണം? രാജ്ഞി പറഞ്ഞു, രാജാവേ, അങ്ങക്ക് തിരുവുള്ളം ഉണ്ടെങ്കിൽ നാളെയും ഞാൻ നടത്തുന്ന ഫീസ്റ്റിന് വരണം, പ്രത്യേകിച്ച് ആരെ കൂടെ കൊണ്ടുവരണം? ഒന്ന് പറഞ്ഞേ അത്. അങ്ങനല്ലെന്നേ, സഹോദരന്മാരെന്ന് പറഞ്ഞേ, പ്രത്യേകിച്ച് ഹാമാനെ കൂടെ കൊണ്ടുവന്നത്. പുള്ളി രണ്ടാമതും പോകുമ്പോൾ സല്യൂട്ട് അടിക്കുന്നില്ല. അങ്ങനെ വീട്ടിൽ ചെന്ന് ഒന്നാമത്തെ ദിവസത്തെ ഇത് കഴിഞ്ഞിട്ട് പുള്ളിയോടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സേരസ് ഈ മറുപടി പറഞ്ഞത്. സേരസ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഭയങ്കര ഒരു 50 മുഴ ഉയരമുള്ള വലിയൊരു കഴുകുമരം ഉണ്ടാക്കാൻ പറഞ്ഞു. നിങ്ങൾക്കറിയാം എൻ്റെ ചരിത്രം എന്തോ പറയുന്നതെന്ന്. ഇവിടെ ഇതിനകത്തെങ്ങാണോ ഒരു കഴുകുമരം ഉണ്ടാക്കിയ ആർക്ക് കാണാൻ പറ്റും? ഇവിടെ എല്ലാം ഷെഡല്ലേ. അതിൻ്റെ അർത്ഥം എന്തോന്നറിയാം അവിടെ സംഭവിച്ചത്?
പട്ടണത്തിൻ്റെ ഒത്ത നടുക്ക് കൊണ്ടുപോയി ഏറ്റവും ഉയരമുള്ളൊരു കഴുകുമരം അടിക്കണം. അതെ, എവിടെ നിന്നാലും കാണണം. കൊട്ടാരക്കര നിന്നാലും കാണണം, പത്തനാപുരത്ത് നിന്നാലും കാണണം, പുന്നല്ലൂരിൽ നിന്നാലും കാണണം. അപ്പോൾ ആൾക്കാർ ചോദിക്കണം, എന്തോ ചോദിക്കണം? ഈ കഴുകുമരം എന്തിനാ? അന്നേരം എല്ലാവരും പറയണം എന്തിനാന്ന്. ഹാമാനെ ബഹുമാനിച്ചില്ലെങ്കിൽ, മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ വരുമെന്ന് എല്ലാവരും കാണണം. 50 മുഴ ഉയരമുള്ള ഒരു കഴുകുമരം. രാത്രിയിൽ കാർപ്പൻറ്ററെ കിട്ടാനില്ലായിരുന്നു, ഓണമായതുകൊണ്ട്. ഞാൻ ഇന്നത്തെ രീതിയിലങ്ങ് പറയാം കേട്ടോ. പുള്ളി ആരാണ്ട് ഒരാളെ എക്സ്ട്രാ പൈസ കൊടുത്ത് വിളിച്ചു. എല്ലാം കഴുകുമരം എല്ലാം ചിന്തയിലിട്ടു. പെയിൻറ്റുകാരനെ വിളിച്ച് പെയിൻ്റ് എടുപ്പിച്ചു. രാത്രിയിൽ അത് ഉറപ്പിച്ചു. അന്നേരം ഉറപ്പിച്ച് നാളെ കാണാൻ താഴെ വീണാലോ. പുള്ളി കോൺക്രീറ്റ് വിട്ടു. ഞാൻ എൻ്റെ ഭാഷയിൽ പറയുകയാണേ, കോൺക്രീറ്റ് വിട്ടു ഉറപ്പിച്ചു. വെള്ളമൊക്കെ ഒഴിച്ചു. ഹോ, പുള്ളി എന്നിട്ട് എല്ലായിടത്തും പോയി നിന്ന് നോക്കി. ഇവിടെ എന്നാ കാണാൻ പറ്റുമോ, അവിടെ എന്നാ കാണാൻ, എല്ലാം നോക്കി. എല്ലാം കറക്റ്റായി. നാളെ ഇനി എന്തോ ഉള്ള കാര്യം എന്തോ വേണ്ടിയേ? അയ്യോ, ഒന്ന് പറഞ്ഞേ, എന്തോ വേണ്ടിയേ? മൊർദെഖായിയെ തൂക്കിക്കൊല്ലാനുള്ള പെർമിഷൻ വേണം. എന്തു വേണം? പെർമിഷൻ. ഇവൻ രാത്രി മൊത്തം ഇരുന്ന് കഴുകുമരം ഉണ്ടാക്കുക. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞേ. രാത്രി മൊത്തം ഇരുന്ന് കഴുകുമരം ഉണ്ടാക്കുക. ഉണ്ടാക്കുന്ന സമയത്ത് ദൈവം രാജാവിൻ്റെ ഉറക്കം കളഞ്ഞു. ദൈവം ആരുടെ ഉറക്കം കളഞ്ഞു? രാജാവിന് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇതിനകത്തിരുന്ന് ചിലരൊന്ന് ഉറങ്ങുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട് കേട്ടോ. രാജാവിന് ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറങ്ങാൻ പറ്റാതിരിക്കുക. രാജാവ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ഉറങ്ങാൻ പറ്റാതെ. രാജാവ് ചോദിച്ചു, ആരവിടെ? ഒരാൾ ഓടി വന്നു പറഞ്ഞു, പോയി ഏതെങ്കിലും ഒരു ബുക്ക് എടുത്തോണ്ടാ പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ഇനി വിടല്ലേ കേട്ടോ. ഈ പുള്ളി രാത്രി പോയി നേരെ രാജാവിൻ്റെ ലൈബ്രറിയിലോട്ട് പോയി കയറി. ഇപ്പം എത്രാം വർഷമായെന്നറിയാമോ? ഏകദേശം 12ാമത്തെ വർഷമായി. 12ാമത്തെ വർഷം കേട്ടോ. നിങ്ങൾ ഒരിക്കൽ കൂടെ കണക്ക് പറയാം. 3ാം വർഷം ആര് പോയി? പറഞ്ഞു കുഞ്ഞുങ്ങളെ, വസ്തി. 7ാം വർഷം ആര് രാജ്ഞിയായി? എസ്തർ. 10ാം വർഷം ആർക്ക് പ്രമോഷൻ കൊടുത്തു? ഹാമാൻ. അദ്ദേഹം എന്നാ നിയമം എഴുതുന്നേ? പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. 12ാം വർഷം. ഈ സമയത്തെങ്ങാണ്ട് നടന്ന, അല്ലെങ്കിൽ 7ാം വർഷം കഴിഞ്ഞിട്ട് നടന്ന ഒരു സംഭവം. ഇതിപ്പം 12ാം വർഷം എത്തി. ഈ പട്ടാളക്കാരനോ ഈ സോൾജിയറോ പടയാളിയോ ഓടിച്ചെന്നു. പുള്ളി ഏത് ബുക്ക് നോക്കുമെന്ന് അറിയത്തില്ല. ഇങ്ങനെ നോക്കുമോ, രാജാവിൻ്റെ ഭയങ്കര സ്റ്റോർ ഹൗസിൽ പോയി, ലൈബ്രറിയിൽ പോയി കയറി. പുള്ളിക്ക് എവിടെ ഒരു ബുക്ക് കണ്ടു, എടുത്തു. ഏതോ ഒരു ബുക്ക് കണ്ടു, എടുത്തു. പൊടിയൊക്കെ തൂത്ത് തുടച്ചിട്ട് രാജാവിൻ്റെ കയ്യിലോട്ട് കൊണ്ട് കൊടുത്തു. ഇത് എത്രയോ നാളെ മുമ്പുള്ളൊരു ബുക്കാണ്. ഈ ബുക്ക് അങ്ങോട്ട് രാജാവ് അങ്ങോട്ട് തുറന്നപ്പം കാണുന്ന എന്തോന്നറിയാമോ? മൊർദെഖായി പണ്ട് ഒരു ദിവസം ഒരാൾ എന്നെ കൊന്നുകളയാൻ അവൻ പ്ലാൻ ചെയ്തപ്പം ഈ മൊർദെഖായി എന്നെ അറിയിച്ചായിരുന്നു. എസ്തേറിൻ്റെ കെയർ ഓഫിൽ അറിയിച്ചായിരുന്നു. പക്ഷേ അത്ര അറിയിച്ചുള്ളൂ, കറക്റ്റായിരുന്നു കാര്യം. അവനെ തൂക്കിക്കൊന്നത് കറക്റ്റായിരുന്നു. പക്ഷെ മൊർദെഖായിക്ക് ഞാനൊരു പറഞ്ഞേ, ചിലത് മറന്നു പോകുന്നത് നല്ലതിനാ. മഹാരാജാവ് എടുക്കേണ്ട സമയത്ത് എടുത്തോളൂ. ഓ, ഒരു സ്തോത്രം പറഞ്ഞേ കുഞ്ഞേ. ഇത് വായിച്ചു. പുള്ളിയുടെ ഭാരം അങ്ങ് പോയി. പുള്ളിക്ക് മനസ്സിലായി ഇതാണ് കാര്യം. പുള്ളി ഇങ്ങനെ മനസ്സിൽ തീരുമാനിച്ചു, മൊർദെഖായി ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ട് ഞാൻ മൊർദെഖായിക്ക് ഒന്നും കൊടുത്തിട്ടില്ല. രാജാവിൻ്റെ കാര്യം പിടുത്തം കെട്ടി രാജാവ് അന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ തന്നെ രാജാവ് റെഡിയായി സിംഹാസനത്തിൽ വന്നിരിക്കുക. ഇരിക്കുന്ന സമയത്ത് അന്ന് രാത്രിയിൽ വേറെ എന്തോ പരിപാടി നടന്നുകൊണ്ടിരുന്നേ? പറഞ്ഞേ. ആര് കഴിവുവരെ ഉണ്ടാക്കുക? അന്ന് രാത്രിയിലാ രാജാവിൻ്റെ ഉറക്കം പോയി സംഭവം എല്ലാം സംഭവിക്കുന്നേ. രാജാവ് തീരുമാനിച്ചു, ഞാൻ മൊർദെഖായിയെ ഓണർ ചെയ്യണം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഈ 2 സംഭവങ്ങൾ നിങ്ങൾ മനസ്സിലായോ? ഹലോ, മൊർദെഖായിയെ കൊല്ലാനുള്ള കഴുകുമരം ആര് റെഡിയാക്കുക? ഹാമാൻ. ഇതേ സെയിം ടൈമിൽ രാജാവിന് എന്ത് പറ്റി? പറഞ്ഞേ, ഉറക്കം പോയി. രാജാവിന് മനസ്സിലായ കാര്യം. രാജാവ് തീരുമാനിച്ചേക്കുക, നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മൊർദെഖായിയെ ഓണർ ചെയ്യണം, മാനിക്കണം. ഇനി നമുക്ക് മറ്റേ ആളുടെ വീട്ടിലോട്ട് പോവാം, ഹാമാൻ്റെ വീട്ടിലോട്ട് പോവാം. ഹാമാൻ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് പുള്ളി കുളിച്ചു, റെഡിയായി,
ഇന്ന് മൊർദെഖായിയെ തൂക്കിക്കൊല്ലാൻ പോവാ. കയറും എല്ലാം മേടിച്ച് വെച്ചേക്കുക. മേടിച്ചിങ്ങനെ വെച്ചോണ്ടിരിക്കുന്ന സമയത്ത് രാവിലെ പോയി എല്ലാവരും വരുന്നതിനെക്കാട്ടിലും മുമ്പേ ഈ പുള്ളിക്ക് എപ്പം വേണേലും രാജാവിൻ്റെ മുഖം കാണാമല്ലോ. പുള്ളി രാജാവിൻ്റെ വാതിൽക്ക് പോയി നിൽക്കുക. രാജാവിൻ്റെ വാതിൽ തുറക്കാൻ വേണ്ടി രാജാവ് അങ്ങോട്ട് വന്നിരുന്നു. രാജാവ് മനസ്സിൽ കരുതി വെച്ചേക്കോ, എനിക്ക് മൊർദെഖായിയെ മാനിക്കണം. മറ്റേ പുള്ളി വന്ന് നിൽക്കുന്ന എന്തിനാ? മൊർദെഖായിയെ കൊല്ലാൻ. രാജാവ് ചോദിച്ചു, ആരുണ്ടോ അവിടെ? വെളിയിൽ ആരുണ്ടെന്ന് ചോദിച്ചു. ആരോ പറഞ്ഞു കൊടുത്തു, ഹാമാൻ അങ്ങേ മുഖം കാണിക്കാൻ. അവനെ ഇങ്ങ് വിടാൻ പറഞ്ഞു. കയറി അങ്ങോട്ട് ചെന്ന ഉടനെ രാജാവ് ഒരു ചോദ്യം ചോദിച്ചു, ഹാമാനെ, രാജാവ് മാനിക്കാനുള്ളവനെ എങ്ങനെ മാനിക്കണമെന്നാ നീ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു. പുള്ളി മനസ്സിലോർത്തു, എനിക്ക് ഓൾറെഡി പ്രൊമോഷൻ 10-ാം തീയതി കിട്ടിയ 10-ാം വർഷം കിട്ടിയായിരുന്നു. ഇനി പെട്ടെന്നൊരു പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്നെ അല്ലാതെ ഇനി രാജാവ് ആരെ മാനിക്കും? പുള്ളി ആദ്യം പറഞ്ഞു, ഇവൻ്റെ മനസ്സിലുള്ളത് മൊത്തം പുറത്തിട്ടു. എന്താ പറഞ്ഞറിയാം? രാജാവേ, രാജാവ് ധരിക്കുന്ന വസ്ത്രം. ഇവൻ പണ്ട് തൊട്ടേ ആ വസ്ത്രം നോക്കിയിരിക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവൻ ഇറുകണ്ണിട്ട് നോക്കുന്നുണ്ടായിരുന്നു. രാജാവിൻ്റെ വസ്ത്രം പറഞ്ഞു, രാജാവ് ധരിക്കുന്ന വസ്ത്രം അവനെ ധരിപ്പിക്കണം. 2, രാജാവിൻ്റെ തലയിൽ വെച്ചിരിക്കുന്ന കിരീടം അവന് വെപ്പിക്കണം. പുള്ളി ഇടയ്ക്കിടയ്ക്ക് ആ നോക്കുന്നുണ്ടായിരുന്നു. ആ കിരീടത്തിൽ നോട്ടം വിട്ട് വെച്ചേക്കുമായിരുന്നു. എന്നിട്ട് പറഞ്ഞു, രാജാവിൻ്റെ ഈ ചെങ്കോല് കൊടുക്കണം. എല്ലാം പറഞ്ഞു. രാജാവ് കയറുന്ന കുതിര, ഇവൻ ആ കുതിരയെ പോലും വിട്ടിട്ടില്ല. രാജാവ് കയറുന്ന കുതിരയിലും ഇവനെ കയറ്റണം. എന്നിട്ട് ഇനിയും ഇതിനെക്കാട്ടിലും വലിയ വിശേഷപ്പെട്ട ഒരാളെ വിളിച്ചു, ഏറ്റവും എക്സലന്റ് നോബിൾ ഒരാളെയും കൊണ്ട്, ബെസ്റ്റ് ഒരാളെയും കൊണ്ട് ഈ കുതിരയുടെ മുമ്പിൽ വിളിച്ചു പറയിപ്പിച്ച് പട്ടണത്തിൽ മൊത്തം നടത്തിച്ചു പറയണം, രാജാവ് മാനിക്കാണ്ടിരിക്കുന്ന പുരുഷനെ ഇങ്ങനെ ചെയ്യും. ഒന്ന് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ, ഒന്ന് ഉറക്കെ പറഞ്ഞേ കുഞ്ഞുങ്ങളെ. രാജാവ് മാനിക്കാണ്ടിരിക്കുന്ന പുരുഷനെ ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് എല്ലായിടത്തും കൊണ്ടു നടക്കണം. രാജാവ് പറഞ്ഞു, നീ പറഞ്ഞതെല്ലാം കറക്റ്റാ, അതിനകത്ത് ഒട്ടും കുറയ്ക്കല്ലേ. അതെല്ലാം ആർക്ക് പോയി ചെയ്തോളാൻ പറഞ്ഞു? ഇടി വെട്ടിയവൻ്റെ തലയിൽ. അതിലൊന്നും കുറയ്ക്കല്ല. നീ ഇത് പറഞ്ഞത് മൊത്തം, പിന്നെ ആ വിളിച്ചു പറയാൻ വേറെ ആരെയും വിളിക്കണ്ട, നീ മാത്രം പറഞ്ഞാൽ മതി. ആ വിളിച്ചു പറയാൻ, അനൗൺസ്മെന്റ് ചെയ്യാൻ വേറെ ആരെയും വേണ്ട, നിന്നെ മാത്രം മതി. നീ പിന്നെ ഇടയ്ക്ക് ഈ സൗണ്ട് കുറയ്ക്കുകയും ചെയ്യൽ, ഡിലേ ഒന്നും ഇടയില്ല. കറക്റ്റ് ക്ലിയർ ആയിട്ട് എല്ലാവരും കേൾക്കുന്ന തക്കത്തിൽ നീ വിളിച്ചു പറഞ്ഞോണം. ഇവനാകപ്പാടെ വല്ലാതായിപ്പോയി. രാവിലെ പുള്ളി എന്തിനാ വന്നേ? എന്തു പറ്റി നിങ്ങളെല്ലാം മിണ്ടാതിരിക്കുന്നത്? രാവിലെ എന്തിനാ പുള്ളി വന്നേ? മൊർദെഖായിയെ കൊല്ലാൻ, പെർമിഷൻ എടുക്കാൻ. പക്ഷെ എന്തു പറ്റി? ഇപ്പം പുള്ളി വീട്ടിൽ പോകാൻ പറ്റിയില്ല. നേരെ മൊർദെഖായിയെ ഇപ്പം തന്നെ ചെയ്തോണം. ഈ പാവപ്പെട്ട മൊർദെഖായിയെ വിളിച്ചുകൊണ്ട് വന്ന് ഇവൻ തന്നെ ഡ്രസ്സ് ഇടിച്ച് കാണും. ഞാൻ എൻ്റെ ഭാവനയെ പറയാം, ഡ്രസ്സ് ഇടിച്ച് കാണും. മൊർദെഖായി ഓർത്തോണം എന്തുവാണോ സംഭവിക്കുന്നത്. ഡ്രസ്സ് ഇടിച്ചു, കിരീടം വെപ്പിച്ചു, മൊർദെഖായിക്ക് പൗഡർ ഇട്ട് കൊടുത്തു. ആരിട്ട് കൊടുത്ത് കാണും? നമുക്ക് പറയാം, നിങ്ങളൊന്ന് പറഞ്ഞേ. ആമാൻ ഇട്ട് കൊടുത്ത് കാണും അല്ലേ? പൗഡറെല്ലാം ഇടിച്ചു. മൊർദെഖായി എങ്ങാണ്ട് കുതിര കയറിയിട്ടുണ്ട്. പുള്ളി കാല് വെക്കാൻ തുടങ്ങുമ്പം കയറാൻ പറ്റുന്നില്ല. എൻ്റെ ഭാഷയെ പറയാം, ഹാമാൻ താങ്ങി കൊടുത്താണ്. ദേ ഇന്നാ കയ്യിലോട്ട് ചവിട്ടിക്കോ, കയറിക്കോ, അല്ലെ തോളത്തോട്ട് ചവിട്ടിക്കോ, കയറിക്കോ. നേരെ മേളി കയറി. മേളി കയറിയിട്ട് ഈ മൊർദെഖായിയെ വെച്ചോണ്ട് ഈ പുള്ളി വിളിച്ചു പറഞ്ഞ് കൂവിക്കൊണ്ട് നടക്കുക. രാജാവ് മാനിക്കാണ്ടിരിക്കുന്ന പുരുഷനെ ഇങ്ങനെ ചെയ്യും, രാജാവ് മാനിക്കാണ്ടിരിക്കുന്ന പുരുഷനെ ഇങ്ങനെ ചെയ്യും. പുള്ളിക്ക് സൗണ്ട് കുറയ്ക്കാൻ പറ്റത്തില്ല. എന്താ സൗണ്ട് കുറച്ചാ? പറഞ്ഞേ. രാജാവിൻ്റെ ഓർഡറാ. ഇവൻ ഇതെല്ലാം വിളിച്ചു പറഞ്ഞ് ഇവൻ്റെ തൊണ്ടയിലെ വെള്ളം പറ്റി. ഇവൻ കൊണ്ടുവന്ന് മൊർദെഖായിയെ കൊണ്ട് കൊട്ടാരത്തിൻ്റെ വാതുക്കൽ കൊണ്ട് വിട്ടിട്ട് ഇവൻ പോയി ഇച്ചിരി കട്ടൻ കാപ്പി കുടിക്കാൻ പോയി. പുള്ളി രാവിലെ കട്ടൻ കാപ്പി പോലും കുടിക്കാതെ വന്നതാ. അതവിടെ തണുത്തു പോയി. അവൻ ഓടി അങ്ങോട്ട് ചെല്ലുമ്പോഴേ മുഖഭാവം മാറിയാ ചെല്ലുന്നേ. ചെന്ന് ഭാര്യ ചോദിച്ചു, കണ്ടുടനെ ചോദിച്ചു, എന്തു പറ്റി? നിങ്ങൾ അങ്ങോട്ട് പോയതുപോലെ അല്ലല്ലോ, എന്തോ പറ്റിയെന്ന് ചോദിച്ചു. കാര്യങ്ങളെല്ലാം വിശദീകരിച്ചപ്പം ഈ സ്ത്രീ തന്നെ പറയാം, ഈ സ്ത്രീ തന്നെയാ പറഞ്ഞ എന്തോ ഉണ്ടാക്കാൻ, കഴുകുമരം ഉണ്ടാക്കാൻ. ഇപ്പൊ ഈ സ്ത്രീ പറയുക, അവൻ ഒരു യഹൂദനാണെങ്കിൽ, എന്നാൽ നേരത്തെ പറഞ്ഞാൽ പോരായിരുന്നു, അവനൊരു
യഹൂദനാണെങ്കിൽ, പറഞ്ഞേ കുഞ്ഞുങ്ങളെ, എല്ലാവരും കൂടെ ചേർന്നൊന്ന് പറഞ്ഞേ, അവനൊരു യഹൂദനാണെങ്കിൽ നീ അവനെ, എല്ലാവരും പറയുന്നില്ലല്ലോ, ഉറക്കെ പറഞ്ഞേ, അവനൊരു യഹൂദനാണെങ്കിൽ നീ അവൻ്റെ മുമ്പിൽ വീണു തുടങ്ങി. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞേ കേട്ടോ. ഇവൻ അവിടെ ഇരുന്ന ആ ഈച്ച വീണ കാപ്പിയാന്ന് തോന്നുന്നു, വെപ്രാളത്തിന് പുള്ളി അതെടുത്ത് കുടിച്ചു കാണും. ആരുടെയെങ്കിലുമൊക്കെ കാപ്പി പുള്ളി എടുത്ത് ഈച്ചയും പോയി അകത്ത്. പുള്ളിക്ക് ആകെപ്പാടെ വെപ്രാളമായിരുന്നു. ഇങ്ങനെ പുള്ളി ശ്വാസം അങ്ങോട്ട് വിടുന്ന സമയത്തേക്ക് പട്ടാളക്കാർ വന്നിട്ട് പെട്ടെന്ന് റാണിയുടെ ഫീസ്റ്റ് നടക്കാൻ പോകും. പെട്ടെന്ന് ഇവനെ അങ്ങനെ എടുത്തോണ്ടോ. ഈ പുള്ളിയുടെ പോക്കൊന്ന് ഓർത്തെ, ഇങ്ങനെയാ പോന്നെ. പക്ഷെ ഈ കഴിഞ്ഞ ദിവസം എങ്ങനെ പുള്ളി പോയേ? നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ ദിവസം എങ്ങനെയാ പോയേ? ഇപ്പം പോന്നെ എങ്ങനാ? ഇങ്ങനെ തെള്ളിക്കൊണ്ട് പോവാ പുള്ളിയെ. കൊട്ടാരത്തിലോട്ട് കൊണ്ട് നിരുന്നു. പുള്ളി ആകെപ്പാടെ തീ പിടിച്ചിരിക്കുക, അഗ്നിപർവ്വതം പൊട്ടി എല്ലാം കൂടെ വല്ലാതായിരിക്കുക പുള്ളിക്ക്. അവിടെ ഇരിക്കുന്ന കൂട്ടത്തിൽ രാജാവ് വന്നു, ഹാമാനുണ്ട്, രാജ്ഞി വന്നു. രാജ്ഞിയോട് ചോദിച്ചു, രാജ്ഞി നിനക്ക് എന്ത് വേണം? രാജ്യത്തിന്റെ പകുതിയോളമാ നീ ചോദിച്ചതെങ്കിലും ഞാൻ നിനക്ക് തരാം, എന്തു വേണം? പുള്ളിക്ക് ഓൾറെഡി അടി കിട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് പുള്ളി പറഞ്ഞു, രാജ്യത്തിന്റെ പകുതി പോയാലും വേണ്ടിയില്ല, ഇനി ഞാൻ ക്യൂനെ കളയത്തില്ല. പുള്ളിക്ക് ഓൾറെഡി അടി കിട്ടിയിരിക്കുക, എന്തു വേണം ചോദിച്ചു. രണ്ടാമത്തെ ദിവസം രാജ്ഞി പറഞ്ഞു, രാജാവേ, ചുരുക്കട്ടെ, എന്തിനാ ഞങ്ങളെയും എൻ്റെ ജാതിയെയും അങ്ങ് എന്തിനാ വിറ്റ് കളഞ്ഞേ? അങ്ങക്ക് വിറ്റ് കളഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു, എന്തിനാ ഞങ്ങളെ മുടിച്ചു കളയാൻ ശത്രുവിൻ്റെ കയ്യിൽ കൊടുത്തേ? രാജാവേ, അങ്ങ് എന്നോട് പറഞ്ഞായിരുന്നു, ഞാൻ അതിന് പ്രതിശാന്തി ഞാൻ തന്നെങ്കിൽ ഞാൻ വീണ്ടെടുത്തേനെ. എന്തിനാ രാജാവേ ഞങ്ങളെ കൊല്ലാൻ ശത്രുവിൻ്റെ കൈ കൊടുത്തെന്ന് ചോദിച്ചു. രാജാവ് ചോദിച്ചു, ആരുടെ കൈ ഞാൻ കൊടുത്തു? ആരാവൻ ചോദിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇനി എന്നെ ശ്രദ്ധിക്കണേ, പ്രത്യേകിച്ച് ഓരോ കുഞ്ഞുങ്ങളും എന്നെ ശ്രദ്ധിക്കണം. റാണി അന്നേരം നിന്നിട്ടേ കേട്ടോ, രാജാവേ അതേ ചൂണ്ടിക്കാണിച്ചു തരാം, ഞാൻ തൊട്ട് കാണിച്ചു തരാം എന്നല്ല പറഞ്ഞേ. രാജ്ഞി ഹാമാന്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് നോക്കിയേ പറയാ, ദുഷ്ടനും വൈരിയുമായ ഇവനാന്ന് പറഞ്ഞു. എന്തോ ധൈര്യമോ! ഇതാ ദൈവം നിന്നെ ട്രെയിൻ ചെയ്ത കേട്ടോ. ദൈവം നിന്നെ ട്രെയിൻ ചെയ്താൽ നീ ആടി തൂങ്ങി നിൽക്കത്തില്ല. ഈ തലമുറയിൽ ഇതിനകത്തൂടെ എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങളെ ദൈവം ഇതുപോലെ ഉയർത്തട്ടെ കേട്ടോ. ഇവനാന്ന് പറഞ്ഞു. അവനാകപ്പാടെ വല്ലാതായി പോയി. രാജാവിൻ്റെ മുമ്പിൽ രാജാവ് ദേഷ്യപ്പെട്ടിട്ട് എഴുന്നേറ്റ് പോയ സമയത്ത് ഈ ഹാമാന് വെപ്രാളം സഹിക്കാൻ വയ്യാതെ ഇവൻ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. രാജാക്കന്മാരുടെ സിസ്റ്റം അനുസരിച്ച് ഓരോരുത്തർക്ക് ഇരിക്കാനുള്ള ചെയറുണ്ട്, ഓരോരുത്തർക്ക് കിടക്കാനുള്ള സ്ഥലമുണ്ട്. അവിടെ കയറി മറ്റൊരുത്തിന് ഇരിക്കാൻ പറ്റത്തില്ല, ഇരുന്ന് കഴിഞ്ഞാൽ അവൻ്റെ കാര്യം പോക്കാം. ഇവൻ വെപ്രാളം പിടിച്ചിട്ട് എവിടെയാണെന്ന് അറിയത്തില്ല, പോയി രാജ്ഞിയുടെ മെത്തേ പോയി വീണ് കിടക്കും. രാജാവ് ഇങ്ങോട്ട് കയറി വരുമ്പം കാണുന്നത് എന്തുവാണെന്നറിയാമോ? രാജ്ഞിയുടെ മെത്തേൽ ഇവൻ കിടക്കുന്നു. രാജാവ് ഒറ്റ ചോദ്യം ചോദിച്ചു. നിങ്ങൾ ബൈബിൾ ഒന്ന് അടുക്കോടൊന്ന് പഠിച്ചു നോക്കണം. രാജാവ് ഒരു ചോദ്യം ചോദിച്ചു. ഇവൻ അരമനയിൽ വെച്ച് രാജ്ഞിയെ കയ്യേറ്റം ചെയ്യുമോ? ഇവൻ ആരാന്ന് ചോദിച്ചു. രാജാവ് ഈ വേർഡ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പട്ടാളക്കാരൻ വന്ന് ഒരാൾ വന്ന് പറയുക, രാജാവേ, അങ്ങയ്ക്ക് വേണ്ടി സംസാരിച്ച മൊർദെഖായിയെ തൂക്കിക്കൊല്ലാൻ ഇവൻ വീട്ടിൽ കഴുകുമരം ഉണ്ടാക്കിയിട്ടാ വന്നേ. രാജാവ് അവനെ കൊല്ലാൻ വിധിക്കുന്ന സമയത്ത്, ആ വാക്യം നിങ്ങൾ അടുക്കോടെ പഠിച്ചു. ഞാൻ വായിച്ചിട്ട് എനിക്കൊത്തിരി സന്തോഷം തോന്നി, ചിരിക്കാനും തോന്നി. പെട്ടെന്ന് ഈ വാക്ക് രാജാവിൻ്റെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു പുള്ളിക്കാരൻ വന്ന് അവൻ്റെ മുഖം അങ്ങ് മൂടി. കാരണം എനിക്ക് തോന്നുന്നു ആ പുള്ളി ഇവൻ്റെ അളവെടുത്ത് തയ്പ്പിച്ചുകൊണ്ട് നടക്കുമായിരുന്നു ആ കറുത്ത മാസ്ക് കേട്ടോ. ഇവൻ എന്നെങ്കിലും പണി കിട്ടും. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ഇവൻ എന്നെങ്കിലും ഒരു പുള്ളി മാസ്കും വെച്ചോണ്ട്, ഈ മാസ്ക് എന്ന് പറഞ്ഞാൽ ഈ തൂക്കിക്കൊല്ലാനുള്ളവരുടെ തല കവറുന്നത്. രാജാവിൻ്റെ ആ വാക്ക് വായിലിരിക്കുമ്പോൾ ആ വാക്യം കിട്ടിയെന്ന് വായിച്ചേ. വായിലിരിക്കെ തന്നെ ഒരുത്തം വന്ന് ഇവൻ്റെ മുഖം, നിന്റെ കാര്യത്തിൽ തീരുമാനമായി, അവൻ്റെ മുഖം മൂടി. സിസ്റ്റർ ഉറക്കെ പറഞ്ഞു, ഉറക്കെ വായിച്ചേ. ഈ വാക്ക് രാജാവിൻ്റെ വായിൽ നിന്ന് വീണുടനെ എന്തോ പറ്റി? മുഖം മൂടി. അപ്പൊ ഇവന്റെ കഴുത്തിന്റെ അളവിനനുസരിച്ചുള്ള എന്തോ സാധനം ആരോ തയ്പ്പിച്ചുകൊണ്ട് നടക്കുമല്ലായിരുന്നോ?
നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. പിന്നെ മുഖം മൂടി. എന്നോട് രാജാവ് ഒരു ഓർഡർ ഇട്ടു. മൊർദെഖായിക്ക് വേണ്ടി ഉണ്ടാക്കിയ കഴുകുമരത്തിൽ കൊണ്ടുപോയി ഇവനെ തന്നെ തൂക്കിക്കളഞ്ഞേക്കാൻ പറഞ്ഞു. ഇവനെ തന്നെ. ഞാൻ വേഗത്തിൽ പറഞ്ഞു നിർത്തട്ടെ ദൈവമക്കളെ. രാജാവിൻ്റെ ഓർഡർ അനുസരിച്ച് ഇവനെ തൂക്കിക്കളഞ്ഞു. ചുരുക്കം പറഞ്ഞ 3-ാമത്തെ മാസം എത്തി. ഈ സമയത്തും 1-ാം മാസത്തിലാണ് എഴുത്തിരുന്നത്. 3-ാം മാസം കഴിഞ്ഞു. രാജ്ഞി പോയി പറഞ്ഞു, രാജാവേ, രാജ്യം മൊത്തം നിയമം പോയി. 3-ാം മാസം എത്തി. നിയമം എല്ലായിടത്തും പോയി. ഈ നിയമം മാറ്റണം. ചുരുക്കത്തിൽ പറഞ്ഞ് നിർത്തുക കേട്ടോ. 3-ാം മാസം എത്തി. രാജ്ഞിയുടെ നേതൃത്വത്തിൽ മൊർദെഖായിക്ക് ദൈവം ഹാമാന്റെ സ്ഥാനക്കയറ്റം കൊടുത്തി. ഹാമാന്റെ സ്ഥാനത്തേക്ക് ആരെ ഉയർത്തി? പറഞ്ഞേ, നമ്മൾ നിർത്താൻ പോവാ. ആരെ ഉയർത്തി? മൊർദെഖായി. എന്നിട്ട് പറഞ്ഞു, രാജാവിന്റെ മുദ്രാമോതിരം ഹാമാന് കൊടുത്തത് എടുത്ത് ആർക്ക് കൊടുത്തു? അപ്പൊ പ്രാർത്ഥിക്കുന്നവന് വിടുതൽ മാത്രമല്ല, പ്രാർത്ഥിക്കുന്നവന് ഉയർച്ചയുമുണ്ട്. നീ എന്തു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ കരഞ്ഞോ, നിനക്കതിന് മറുപടി മാത്രമല്ല, അതിൻ്റെ മേലിൽ അധികാരം തരാൻ. ഓ, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ കർത്താവിനോട് നന്ദി പറ. ഓ ജീസസ്. നിയമം മാറ്റി എഴുതി. എസ്തേറും മൊർദെഖായും കൂടെ നിയമം മാറ്റി എഴുതി. രാജ്യം മൊത്തം അയച്ചു. 127 സംസ്ഥാനങ്ങളിൽ അയച്ചു. 12-ാമത്തെ മാസം 13-ാം തീയതി എത്തിയപ്പോഴത്തേന് പല ആൾക്കാർ യഹൂദന്മാരായി തീർന്നു. ബൈബിൾ പറയുന്ന ചരിത്ര ഇപ്രകാരമാണ്. പൂരീം എന്ന കാര്യം, ചീട്ടിട്ട കാര്യം യഹൂദന്മാർക്ക് എന്തായി തീർത്തു? ദൈവം ഫീസ്റ്റാക്കി. ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെ കുഞ്ഞേ. ഞാനൊരു വാക്ക് എഴുതി വെച്ചോളാൻ പറഞ്ഞു. ഹാമാനെ, എൻ്റെ ഈ ജനം ഉണ്ടല്ലോ, ആരുടെ വകയാ? പറഞ്ഞേ, ദൈവത്തിന്റെ വകയാ. ഞാൻ ഇവരെ ശിക്ഷിക്കാൻ ബാബിലോണിൽ അയച്ചു. 3 കൂട്ടരായിട്ടാണ് നെബൂഖദ്നേസർ പിടിച്ചോണ്ട് പോയത്. ഞാൻ 3 കൂട്ടരായിട്ട് തന്നെ മടക്കി എടുത്തു കേട്ടോ. പിന്നെയും വരാതെ കിടന്ന, ചിതറിക്കിടന്ന ജനം ഉണ്ടല്ലോ, അത് ആരുടെ ജനമോ? ഉറക്കെ പറഞ്ഞേ, ഉറക്കെ പറ കുഞ്ഞേ. അതും എൻ്റെ ജനമാ, നിനക്ക് കയറി തൊടാനുള്ളതല്ല. അവര് മടങ്ങി വരാൻ ഞാൻ പറഞ്ഞിട്ട്, രാജാവ് പെർമിഷൻ കൊടുത്തിട്ടും മടങ്ങി വരാതെ കിടന്ന ജനത്തെ 12-ാം വർഷം 10-ാം വർഷം ഒരു ഹാമാൻ വരുമെന്ന് ആർക്കറിയാമായിരുന്നു? നീ വടി വെട്ടുന്നതിനെക്കാട്ടിലും മുമ്പേ ദൈവം സ്റ്റേജ് സെറ്റ് ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? എത്രാം വർഷം ദൈവം സ്റ്റേജ് സെറ്റ് ചെയ്തു? അയ്യോ, മനസ്സിലായവർ കേട്ടവരുണ്ടെന്ന് മറുപടി പറഞ്ഞേ. എത്രാം വർഷമാ ദൈവം സ്റ്റേജ് സെറ്റ് ചെയ്തത്? 7th year. ഒന്ന് പറഞ്ഞേ, ചേർന്ന് പറഞ്ഞേ. ഹാമാൻ വരുന്നതിന്റെ 3 വർഷം മുമ്പേ, ഇവൻ നിയമം എഴുതുന്നതിനെക്കാട്ടിലും മുമ്പേ ദൈവം കയറ്റി ഇരുത്തേണ്ടിയവനെ ഇരുത്തേണ്ടിയിടത്ത് ദൈവം ഇരുത്തി. നിങ്ങൾ ഓർത്തോ, നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട്. ഓ, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അത് പ്രതികരിക്കുക. ഇത് ജീവന്റെ വചനം കേട്ടോ. ഇത് ഞാൻ സിമ്പിളായിട്ട് പറയുന്നെങ്കിലും എന്റെ തമ്പുരാന്റെ വചനം. ആകാശം മാറാം, ഭൂമി മാറാം. എന്റെ വചനങ്ങൾക്ക് ഒരു വള്ളിയും പോകത്തില്ല. ദൈവം അങ്ങനെ എസ്തേറിനെ പണിതെങ്കിൽ ഈ തലമുറയുള്ള കുഞ്ഞുങ്ങളെ നിങ്ങളെ ദൈവം പണിയട്ടെ കേട്ടോ. എന്തുകൊണ്ടാ ചിലയിടത്ത് പ്രതിസന്ധി വരുന്നതെന്നറിയാമോ? ഈ വേദനയ്ക്കകത്തും പ്രതിസന്ധിക്കകത്തും തീക്കകത്തൂടും ഒക്കെ നീ കയറി പോകുമ്പോൾ നിനക്കറിയത്തില്ല. നീ തീയെ കണ്ടിട്ട് കരയുക. ദൈവം പറയുക, ഇല്ല കുഞ്ഞെ, തീ നിന്നെ, അഗ്നിജ്വാല നിന്നെ, നദി നിന്റെ മീതെ കവിയുകയില്ല. അഗ്നി നിന്നെ, പറഞ്ഞേ കുഞ്ഞെ, നയിക്കത്തില്ല. എന്താ? യാക്കോബേ, നിന്നെ ഞാനാ തെരഞ്ഞെടുത്തേ. നിന്നെ നിർമ്മിച്ചവനും നിന്നെ ഉരുവാക്കിയവനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. നമുക്ക് നിർത്താം. ഇനി പറയാൻ പോയി കുറച്ച് സമയം കൂടെ എടുത്തു. കുഞ്ഞെ, PV സിന്ധുവിനെ മാത്രമല്ല അവര് ട്രെയിൻ ചെയ്തു. അവര് വാടുന്ന കിരീടത്തിന് വേണ്ടി ട്രെയിൻ ചെയ്തു. പക്ഷെ നിങ്ങളെയോ?
പറ, ഉറക്കെ പറ കുഞ്ഞേ, മോനെ ഉറക്കെ പറയടാ. വാടാത്ത കിരീടത്തിന് നീ അന്നേരം ഇങ്ങനെ ആടി ആടി നിൽക്കാൻ പറ്റുമോ? നിന്റെ മുമ്പിൽ വൈരി വരുന്നതിന് മുമ്പേ ദൈവവൃത്യന്മാർ ഞങ്ങളൊക്കെ വിളിച്ചു പറയുക, റെഡിയാക റെഡിയാക റെഡിയാക. ഞങ്ങൾ ഇവിടുന്ന് പോകും, ഞാൻ പോയി ഇന്ന് ഉച്ച കഴിയുമ്പോൾ. പക്ഷെ ഈ വചനം പോകത്തില്ല, ഈ വചനം പോകത്തില്ല. നീ അറിയാതെ ദൈവം നിന്നെ പണിതുകൊണ്ടിരിക്കുക കേട്ടോ. കാരണം ദൈവത്തിന് ഈ തലമുറയിൽ നിന്നെ വേണം. കാരണം വാക്തത്വമുള്ളതാ ദൈവജനം. അവനെ തൊടാൻ പഴയ നിയമത്തിലെ സിസ്റ്റം അനുസരിച്ച് കേട്ടോ, പഴയ നിയമത്തിന്റെ സിസ്റ്റം അനുസരിച്ച് അവർ മൊത്തം ചെയ്തത് യേശു കർത്താവിനെ സിംബോളിക്കായിട്ട് അവർ വർഷിപ്പ് ചെയ്ത് കുഞ്ഞാട്, കോലാട്, കാള, പുറുംപ്രാവ്, പ്രാവും കുഞ്ഞ്, അല്ലെങ്കിൽ ഫീസ്റ്റുകൾ, പെസക, അൺലിവൻ ബ്രെഡ്, ഫസ്റ്റ് ഫ്രൂട്ട്, പെൻഡക്കോസ്, ട്രംപറ്റ്, അറ്റോൺമെന്റ്, ടാബർന, ഇതെല്ലാം യേശു കർത്താവായിരുന്നു. അവർ യേശു കർത്താവിനെ നിഴലായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. അതിനകത്തുള്ളവരെ ദൈവത്തിന് ഇങ്ങനെ വിടുവിക്കാൻ പറ്റുമെങ്കിൽ ഒറിജിനലിന്റെ അകത്തുള്ളവനെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവോ? ഓ, വചനം കേൾക്കുന്നവരൊന്ന് പ്രതികരിച്ചേ. ദൈവം നിനക്ക് വേണ്ടി പ്രതികരിക്കുവോ? നിന്നെ സൂക്ഷിക്കുവോ? ഇതിനകത്തുനിന്ന് ചില എസ്തർമാർ എഴുന്നേക്കട്ടെ, ഇതിനകത്തുനിന്ന് ചില ദാനിയേലുമാർ എഴുന്നേക്കട്ടെ. ഇന്ന് പകൽ ക്യാമ്പിനകത്തൂടെ ജീവന്റെ വചനത്തിന്റെ ശക്തി നിങ്ങളുടെ ഹൃദയങ്ങളിൽ വീഴട്ടെ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം ഒരുപക്ഷെ മനോഹരമല്ലായിരിക്കാം, പക്ഷേ നിങ്ങൾ ജീവന്റെ വചനത്തിന്റെ ശക്തി നിന്റെ അകത്ത് വീണാൽ അത് ദൈവം മഞ്ഞും മഴയും അയച്ചു അതിനെ. ഓ, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അല്പസമയം നമ്മുടെ ദൈവത്തോട് നന്ദി പറഞ്ഞ് കരങ്ങളെ തട്ടി ഒന്ന് നന്ദി പറഞ്ഞ്. ചില നന്മകൾ, ചില അനുഗ്രഹങ്ങൾ, ചിലത് നിന്റെ മുമ്പിൽ രാജാവ് അടച്ചത് നന്മയ്ക്കാ കുഞ്ഞെ. മഹാരാജാവ് നിന്നെ ഓണർ ചെയ്യാനാ. കരങ്ങളെ തട്ടിയ നല്ലവണ്ണം ഒന്ന് തട്ടിക്കേ. വായികളെ തുറന്ന് ദൈവത്തോട് നന്ദി പറഞ്ഞ് അവൻ സർവഭൂമിക്ക് മഹാരാജാവാ. ആരാധിക്കൂ കുഞ്ഞെ. നല്ലവണ്ണം കർത്താവിനോട് കരങ്ങളെ തട്ടി നന്ദി പറ, നന്ദി പറ, നന്ദി പറ, നന്ദി പറ. മോനെ കൈകളെ തട്ടിക്കേടാ, തട്ടിക്കേ. ക്രിക്കറ്റ് കളി കാണുമ്പോഴല്ല നമ്മുടെ കരങ്ങളെ അടിക്കേണ്ടത് കേട്ടോ. സ്പോർട്സിന്റെ കാര്യം, സിക്സ് അടിക്കുമ്പോഴല്ല നിന്റെ കൈകൾ തട്ടേണ്ടത്. മഹാരാജാവിന്റെ മുമ്പിൽ, നിയമങ്ങളെ മാറ്റാൻ കഴിയുന്നവന്റെ മുമ്പിൽ വായികളെ തുറക്ക, വായികളെ തുറക്ക, വായികളെ തുറന്ന് നമ്മുടെ കർത്താവിനോട് നന്ദി പറഞ്ഞേ, നമ്മുടെ കർത്താവിനോട് നന്ദി പറഞ്ഞേ. നീ ഒരു യഹൂദനാണെങ്കിൽ അവൻ നിന്നെ ജയിക്കത്തില്ല. സംസാരിച്ച കുഞ്ഞെ, സംസാരിച്ച കുഞ്ഞെ, കരങ്ങളെ തട്ടുന്നത് നിർത്തണ്ട. നിങ്ങൾ വായികളെ തുറക്ക്, വായികളെ തുറക്ക്, വായികളെ തുറക്ക്. യേശുവിനോട് നന്ദി പറഞ്ഞേ, നന്ദി പറഞ്ഞേ, നന്ദി പറഞ്ഞേ. നന്ദി പറ, നന്ദി പറ, നന്ദി പറ, നന്ദി പറ. വായികളെ തുറന്ന് നന്ദി പറ. യേശുവേ നന്ദി പറ. യേശുവേ മഹാരാജാവേ, സർവഭൂമിക്കും മഹാരാജാവേ, അൽഫയും ഒമേഗയുമായവനേ. അവനാ സംസാരിച്ച കുഞ്ഞെ, സംസാരിച്ച കുഞ്ഞെ, സംസാരിച്ച കുഞ്ഞെ, സംസാരിച്ച കുഞ്ഞെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ തൊടട്ടെ. നിന്റെ സ്കൂളിൽ ദൈവം നിന്നെ ഒന്നാമനാക്കട്ടെ. സംസാരിക്ക, സംസാരിക്ക, സംസാരിക്ക. നമ്മൾ സേവിക്കുന്ന ദൈവം കഥയല്ല, മിഥ്യയല്ല. സംസാരിക്ക, സംസാരിക്ക. ധൈര്യത്തോടെ പറ, ധൈര്യത്തോടെ. ആത്മാവിൽ പാട്, അന്യഭാഷകൾ സംസാരിക്ക, പരിശുദ്ധാത്മാവിൽ സംസാരിക്ക, സംസാരിക്ക, സംസാരിക്ക. അന്യഭാഷയിൽ സംസാരിക്കുക. ആത്മാഭിഷേകം പ്രാപിച്ച കുഞ്ഞുങ്ങൾ സംസാരിക്കുക. നീ മഹാരാജാവിനോട് സംസാരിക്കുന്ന സമയമായത്. സംസാരിക്കുക. നീ ഭൂമിയിലുള്ള മനുഷ്യനോടല്ല, നീ മഹാരാജാവിനോട് സംസാരിക്കുക.
സ്നേഹത്തിനുറവിടമേ അവനാദ്യനും അന്ത്യനും അവൻ അൽഫയ ദിവ്യ സ്നേഹത്തിനുറവിടമേ പതിനായിരത്തിൽ അതിശ്രേഷ്ഠനാം സ്തുത്യനാം വന്ദ്യനാം പതിനായിരം അതിശ്രേഷ്ഠനാമൻ സ്തുത്യനാം വന്ദ്യനാം എന്റെ യേശു എനിക്കു നല്ലവൻ അവൻ എന്നുമെന്നും മതിയായവൻ എന്റെ യേശു എനിക്കു നല്ലവൻ അവൻ എന്നുമെന്നും മതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ കാൽവറി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു കാൽവറി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു വേദന സർവ്വവും നീക്കിയ പുതുജീവൻ പകർന്നവനാ വേദന സർവ്വവും നീക്കിയ പുതുജീവൻ പകർന്ന ഓ എന്റെ യേശു അവനെന്നും മതിയായവൻ എന്റെ യേശുവിന്റെ നാമത്തിൽ അവനെന്നും മതിയായവൻ ആപത്തിൽ രോഗത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ അഭിഷേകത്തിൽ നിറയട്ടെ ജീവന്റെ ശക്തി ഉയർപ്പിന്റെ ശക്തി ഈ കുഞ്ഞുങ്ങളെ ദിവ്യ സ്നേഹത്തിനുറവിടമേ അവനാദ്യനും ദിവ്യ സ്നേഹത്തിനുറവിടമേ പതിനായിരത്തിൽ അതിശ്രേഷ്ഠനാമൻ സ്തുത്യനാം ഓ പതിനായിരത്തിൽ അതിശ്രേഷ്ഠനാമൻ സ്തുത്യനാം വന്ദ്യനാം ഓ എന്റെ ക്ലേശമെല്ലാം കണ്ണുനീരെല്ലാം തുടച്ചിടുമേ എന്റെ ക്ലേശമെല്ലാം കണ്ണുനീരെല്ലാം തുടച്ചിടുമേ അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം ഓ എന്റെ യേശു എനിക്കു നല്ലവൻ അവൻ എന്നും എന്നും മതിയായവൻ എന്റെ യേശു എനിക്കു പ്രാർത്ഥിക്കാം എല്ലാ ദൈവദാസന്മാരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുക ഫ്രണ്ടിലോട്ട് വരാമോ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ മരുഭൂയാത്ര മരുഭൂയാത്ര അതികഠിനം പ്രതികൂലങ്ങൾ അനുനിമിഷം മരുഭൂയാത്ര അതികഠിനം പ്രതികൂലങ്ങൾ അനുനിമിഷം ദൈവദാസന്മാരെല്ലാവരും മുന്നോട്ട് വരാമോ രാത്രിയാഗ്നി തുണായി എന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥലങ്ങളെ വിട്ട് മുമ്പിലോട്ട് വാ തുണായി എന്നെ അനുദിനം ഓ എന്റെ യേശു എനിക്കു നല്ലവൻ അവൻ എന്നും മതിയായ എന്റെ യേശു എനിക്കു നല്ലവൻ അവൻ എന്നും മനമേ അവൻ മതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ കുഞ്ഞെ നീ തലമുറയിലെ എസ്തേറാ, നീ തലമുറയിലെ ദാനിയേലാ, നീ തലമുറയിലെ ദൈവത്തിന്റെ കരങ്ങളിലെ ഉപകരണമാ. നിന്നെ ദൈവത്തിന് വേണം. നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ മുമ്പിൽ എന്നെ സമർപ്പിക്കുന്നുവെന്ന് നിന്റെ ഉള്ളിൽ ഒരു സമർപ്പണം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാനങ്ങളെ വിട്ട് ഫ്രണ്ടിലോട്ട് വാ. ഞങ്ങൾ ദൈവദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. അങ്ങനെ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ
ഈ പാട്ടിന്റെ ശരണങ്ങൾ വീണ്ടും ദൈവദാസന്മാര് പാടുമ്പോൾ നിങ്ങളുടെ സ്ഥാനങ്ങളെ വിട്ട് മുമ്പിലോട്ട് വാ. നീ കർത്താവിന് വേണ്ടി എടുക്കുന്ന ഒരു സ്റ്റെപ്പ് കാണട്ടെ, മറ്റുള്ളവർ കാണട്ടെ. കാരണം നീ ജീവന്റെ ശക്തിയുമായിട്ട് കണക്ട് ആവുക ചെയ്യുന്നത് കേട്ടോ. നീ ജീവന്റെ ശക്തിയോട് നീ അടുക്കുക ചെയ്യുന്നേ. ഞങ്ങൾ ഈ പാട്ട് പാടുന്ന സമയത്ത് നിങ്ങളുടെ സ്ഥാനങ്ങളെ വിട്ട് ആർക്കെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ മേലിലുള്ള ദൈവത്തിന്റെ പദ്ധതി എന്തുവാണോ അതിലേക്ക് ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കം ഫ്രണ്ട്, കം ഫ്രണ്ട്, കം ഫ്രണ്ട്. ഒറ്റ ഒരാടെ നിർബന്ധം കൊണ്ട് വരണ്ട. നിങ്ങൾ ആരും വന്നില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. പക്ഷെ നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ അവിടെ നിൽക്കല്ലേ. നിന്റെ ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ നീ ആ സ്ഥാനത്തുനിന്ന് ഇറങ്ങി വാ, ഇറങ്ങി വാ. ദേവദാസന്മാരെ പ്രാർത്ഥിക്കാം. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നും എന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നും എന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസമേ അവൻ മതിയായവൻ. അടുത്ത തലമുറ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങൾ അവൻ മതിയായവൻ. അവൻ ആദ്യനും അന്ത്യനുമേ, ദിവ്യ സ്നേഹത്തിനുറവിടമേ. അവൻ ആദ്യനും അന്ത്യനുമേ, ദിവ്യ സ്നേഹത്തിനുറവിടമേ. 10,000 അതിശ്രേഷ്ഠനവൻ, സ്തുത്യനാം നായകൻ. 10,000 അതിശ്രേഷ്ഠനവൻ, സ്തുത്യനാം. ഓ എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നും എന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നും എന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങൾ മനമേ. ഓ ശഖനരേ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങൾ മനമേ അവൻ മതിയായവൻ. മരുഭൂയാത്ര അതികഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം. മരുഭൂയാത്ര അതികഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം. പകൽ മേഘസ്തംഭം രാത്രിയാഗ്നിത്തൂണായി എന്നെ അനുദിനം വഴി നടത്തും. പകൽ മേഘസ്തംഭം രാത്രിയാഗ്നിത്തൂണായി എന്നെ അനുദിനം. എന്റെ യേശു, എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നും എന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നും എന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങൾ മനമേ. ഓ ശഖനരേ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങൾ മനം. ചേർന്ന് പാടാം. എന്റെ യേശു, എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നും എന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നും എന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ. ആത്മാവിൽ ചില നിമിഷങ്ങൾ ശകരവരബലവ ശബ്ദനാഥന അർത്ഥനാരകധന വൈഡരാധിയാനക ശബ്ദനെ റലമന ശകരധന വൈഡരാധിയാനക ശബ്ദന ചൂടാരാധ വൈഡാരകത ചുടബലബലബല വൈഡം അർത്ഥം രഗതം വൈഡം രഗതം ശമനം ദേനം വൈഡം ചുടവം രഗതം വൈഡം രഗതം ശമനം ദേനം വൈഡ. അന്യഭാഷകളിൽ ചില നിമിഷങ്ങൾ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാം. ഈ പകൽ ഈ സ്ഥലം ദൈവ സാന്നിധ്യം കൊണ്ട് നിറയപ്പെടട്ടെ. റലമന ശകരധന വൈഡരാധിയാനക ശബ്ദന ഓ ചൂടാരാധ വൈഡമാന ചൂടബലം ദ വൈഡ അർത്ഥമനം ധന വൈഡവരകത ചുടബലദേനം വൈഡവനം ദം ശമനം ഓ ശകരാധ റലബബബബ ശകരധന വൈഡരാധിയാനക അർത്ഥനാ ശകരധന വൈഡരേ
കുഞ്ഞുങ്ങൾ നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ ആത്മശക്തിയാൽ നിറയട്ടെ. ഈ പട്ടണത്തെ ട്രാൻസ്ഫോം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ സഭയ്ക്ക്, ദൈവരാജ്യത്തിന്, ഞങ്ങളുടെ ഭാരതത്തിന് അനുഗ്രഹമാകത്തക്ക രീതിയിൽ ഈ കുഞ്ഞുങ്ങളെ ദൈവം ഉയർത്തണമേ. ഈ കുഞ്ഞുങ്ങളെ ദൈവം ഉയർത്തണമേ. ജീവന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഓരോ വ്യക്തികളുടെ മീതെ, കുഞ്ഞുങ്ങൾ തൊട്ട് തുടങ്ങി പ്രായമുള്ളവർ വരെ, ഞങ്ങളുടെ ശബ്ദപരിധിയിൽ കേൾക്കുന്ന സകല ജനത്തിന്റെ മീതെ, ഈ പട്ടണത്തിന്റെ മീതെ ദൈവത്തിന്റെ ശക്തിയെ, കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ അങ്ങ് അയക്കണേ. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളെയും അവൻ ഉയർപ്പിക്കും. ഓരോ PYPയിലുള്ള കുഞ്ഞുങ്ങൾ ശക്തന്മാരായി തീരട്ടെ. ഇവർ ശക്തന്മാരായി തീരട്ടെ. ഇവരുടെ വിദ്യാഭ്യാസത്തിൽ, ഇവരുടെ ആരോഗ്യത്തിൽ, ഇവരുടെ മാനസികത്തിൽ, ഇവരുടെ എല്ലാ മേഖലകളിലും, കുടുംബത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടാം. എന്റെ യേശുവിന്റെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടാം. യേശുവിന്റെ നാമത്തിൽ ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ പട്ടണം സ്വതന്ത്രമാകാം. പട്ടണം സ്വതന്ത്രമാകാം. ജീസസ്, യേശുവിന്റെ നാമത്തിൽ ആത്മാവി ചില നിമിഷങ്ങൾ കൂടെ ദൈവത്തെ ആരാധിക്കാം. ഓ റമന ശബ്ദനാരകദേ വൈഡരാധിയാനക ശബ്ദനാരകദ